വരിക വരിക സഹജരേ സഹന സമര സമയമായി വരിക വരിക സഹജരേ. ഇന്ന് പ്രകൃതി ചികിത്സാ ദിനമാണ്. ഭാരതം മുഴുവൻ ഇന്ന് ഒരു രോഗമുക്ത ഭാരതത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ദിവസമാണ്. വളരെ യാദൃശ്ചികമായിട്ടാണെങ്കിലും എനിക്കും പൂനെയിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാച്ചുറോപ്പതി പോകാനൊരു അവസരമുണ്ട്. ഒരു 3 ആഴ്ചകൾക്ക് മുമ്പ് അവിടെ ചെന്നപ്പോൾ ആണ് ഈ നാച്ചുറോപ്പതിയുടെ അനന്ത സാധ്യതകളെക്കുറിച്ച് വളരെ വ്യക്തമായി ബോധ്യപ്പെട്ടത്. ഇപ്പോൾ അവിടെ വലിയൊരു യൂണിവേഴ്സിറ്റി വരാൻ പോവുകയാണ്. 25 ഏക്കർ സ്ഥലത്ത് അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. 1945 മഹാത്മാഗാന്ധി അവിടെ നടന്നിരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും സാനിറ്റോറിയവും അതുപോലെ തന്നെ ഒരു പ്രവർത്തന കേന്ദ്രവും എല്ലാം ഒരു ട്രസ്റ്റിന് കൈമാറി അത് പ്രവർത്തന സജ്ജമാക്കിയ ദിവസമാണ് ഈ നവംബർ 18, 1945 നവംബർ 18. അങ്ങനെ നാച്ചുറോപ്പതിക്ക് ഒരു ദേശീയ തലത്തിലൊരു അംഗീകാരം നേടിക്കൊടുത്തു വന്നതാണ്. അത് പിന്നീട് 1984 കേന്ദ്ര സർക്കാർ അത് ഏറ്റെടുത്ത് ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാച്ചുറോപ്പതി എന്നുള്ള പേരിൽ ഒരു ബൃഹത്തായ പദ്ധതിയാക്കിയത് മാറ്റി. മഹാത്മാഗാന്ധി 150 ദിവസം അവിടെ താമസിച്ചാണ് ഈ നാച്ചുറോപ്പതിയെ വികസിപ്പിച്ചത്. അത് ജനകീയമാക്കി പ്രചാരത്തിൽ കൊണ്ടുവന്നു. അദ്ദേഹം തന്നെ നേരിട്ട് പലരെയും ചികിത്സിച്ചു. നമ്മുടെ ദേശീയ നേതാക്കളെ എല്ലാവരെയും അങ്ങോട്ടേക്ക് ക്ഷണിച്ചു വരും. കസ്തൂർബ അവിടെ ദീർഘകാലം ചികിത്സിച്ചിട്ടുണ്ട്. അതുപോലെ വല്ലഭായ് പട്ടേൽ, സരോജിനി നായിഡു തുടങ്ങി അവിടെ തന്നെ ചെന്നു കഴിഞ്ഞാൽ ഇവരുടെ എല്ലാം ചിത്രങ്ങൾ വെച്ചിട്ടുണ്ട്. നാച്ചുറോപ്പതിയെ പറ്റിയുള്ള അവരുടെ അഭിപ്രായങ്ങൾ അവിടെയൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കാലത്ത് ദേശീയ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുത്ത പരിക്ഷീണരായ ഒട്ടേറെ ആളുകൾക്ക്, നേതാക്കന്മാർ, സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് ഒരു അഭയസ്ഥാനമായി അവർക്ക് അവശതയും അവരുടെ ക്ഷീണവും എല്ലാം നീക്കി അവർക്ക് വളരെ ഊർജ്ജസ്വലമായ പ്രവർത്തനം നടത്താൻ ശേഷിയും ശേമുഷിയും ഉണ്ടാക്കി കൊടുത്ത ഒരു സ്ഥലമാണ് ഈ ഇപ്പോൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാച്ചുറോപ്പതി എന്ന പേരിൽ അറിയപ്പെടുന്ന പൂനെയിലെ ഈ സ്ഥാപനം. അപ്പോൾ അവിടെ നിന്നും ധാരാളം മഹാത്മാഗാന്ധി നാച്ചുറോപ്പതിയെ പറ്റി പറഞ്ഞിരിക്കുന്ന ഒട്ടേറെ പുസ്തകങ്ങൾ വായിച്ചു. അദ്ദേഹം ഉപയോഗിച്ചിരുന്ന എല്ലാ വടിയും അതുപോലെ ചക്കയും അങ്ങനെ എല്ലാം ഒരു മുറി വളരെ ഭദ്രമായി സൂക്ഷിച്ചു. അവിടേക്ക് 100 കണക്കിന് ആളുകൾ ദിവസവും വന്ന് ചേരാറുണ്ട്. ഈ നാച്ചുറോപ്പതിയെക്കുറിച്ചൊക്കെ മഹാത്മാഗാന്ധി പറഞ്ഞത് വളരെ ശ്രദ്ധയോടുകൂടി അവരെല്ലാം കേൾക്കാറുണ്ട്. ദിവസവും ഡിസ്കോഴ്സസ് ഇതേ സംബന്ധിച്ച് അവിടെ നടക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ചുമതല വഹിക്കുന്ന സത്യലക്ഷ്മി, അതിന് ഡയറക്ടർ, അവർ തികച്ചൊരു ഗാന്ധിയനാണ്. കേരളത്തിലും ഇതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യാനൊരു അവസരമുണ്ടായി. കേരളത്തിൽ ഇന്ന് വളരെ ഗൗരവപൂർവ്വം കണക്കിലെടുത്ത് ഒട്ടേറെ കർമ്മപദ്ധതികൾ ആവിഷ്കരിച്ച് ഈ രംഗത്ത് നമുക്ക് മുന്നേറേണ്ടതായിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടു. കാരണം മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ചെയ്യുന്ന ഒട്ടേറെ പ്രവർത്തനങ്ങൾ കാണാൻ കഴിയും. കേരളത്തിൽ ആണ് വാസ്തവത്തിൽ ആരോഗ്യരംഗം വളരെയേറെ താറുമാറായിക്കൊണ്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ മെഡിക്കൽ കോളേജ് ഉള്ളതും ഏറ്റവും കൂടുതൽ ആശുപത്രി ഉള്ളതും കേരളമാണ്. അതിൻ്റെ അർത്ഥം ആരോഗ്യരംഗം അങ്ങേയറ്റം താറുമാറായി കിടക്കുന്നതെന്നാണ്. ഞാൻ മിസോറാമിൽ ഇരുന്നപ്പോൾ അവിടെ ആ സംസ്ഥാനം ആകെ ഒരു മെഡിക്കൽ കോളേജ്. ആ മെഡിക്കൽ കോളേജ് വന്നത് തന്നെ 1 വർഷം മുമ്പാണ്. അപ്പോൾ അതിനു മുമ്പ് അവരെന്ത് ചെയ്തു? അവിടെ എങ്ങനെയാണ് ചികിത്സകൾ നടത്തുന്നത്? അവിടെയുള്ളവരെന്താ എല്ലാം രോഗം പിടിവിട്ട് മരിച്ചത്? അവിടെ പ്രകൃതി ഒരു വലിയ ഹൈ റേഞ്ച് ഏരിയ, എവിടെ പോയാലും
നമുക്ക് കാടും മലയും പുഴകളും മാത്രമേ കാണൂ. ഏതാണ്ട് 70-75% കാടാണ്. കാരണം ഗോത്ര ജനവിഭാഗമാണ് അവിടെയുള്ള, ട്രൈബൽ കമ്മ്യൂണിറ്റിയാണ് അവിടുത്തെ 100% ആളുകൾ. അവർ പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുന്നവർ. അവിടെ ഹൈ റേഞ്ച് ആയതുകൊണ്ട് വളരെ ചെരിവായിട്ടുള്ള സ്ഥലമാണ്. അവിടെ സമതലം കിട്ടാനില്ല. പക്ഷേ അവിടുത്തെ സ്കൂളുകൾ എന്നൊക്കെ പറഞ്ഞ ഒരു ഗ്രൗണ്ട് പോലുമില്ല. സ്കൂളുകൾക്ക് ഗ്രൗണ്ടില്ല. കാരണം അത് പില്ലറിൽ നിർത്തിയിരിക്കുകയാണ്. പലപ്പോഴും മലയിടിഞ്ഞ് ഇങ്ങനെ ഒരു 2 ദിവസം മഴ പെയ്താൽ മലയിടിച്ച് സ്വാഭാവികമാണ്. ഇവിടുത്തെ പോലെ കട്ടിയുള്ള മണ്ണല്ല. അതുകൊണ്ട് പെട്ടെന്ന് ഇടിഞ്ഞു. പക്ഷേ അവർക്കറിയാം ഇടിയുന്നത് എപ്പോഴാണ്. അതൊക്കെ മനസ്സിലാക്കി ഇടിഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം അവരവിടെ വീട് വെക്കും. ഇവിടത്തെ പോലെ വാർത്തയിൽ അങ്ങനെ കരഞ്ഞ് നിലവിളിക്കുന്ന വാർത്തകൾ ഫോട്ടോയൊന്നും പത്രത്തിൽ വരാറില്ല. പ്രകൃതിയുമായിട്ട് അവർ ഇണങ്ങി ജീവിക്കുന്നവരാണ്. ഒരു ഫുട്ബോൾ കളിക്കാൻ ഒരു ഗ്രൗണ്ട് പോലില്ല കുട്ടികൾക്ക്. പക്ഷേ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൽ 4-5 പേർ മിസോറംകാരായി. അതെങ്ങനെ സംഭവിക്കും? കാരണം അവർ പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുകയാണ്. ഇല്ലായ്മയെ ഒരു പരാതിയോ പരിഭവമോ ഉണ്ടാക്കി അല്ല. പ്രകൃതിയിൽ നിന്ന് വ്യത്യസ്തരല്ല തങ്ങൾ എന്ന ബോധ്യം അവർക്കുണ്ട്. അതുകൊണ്ട് എത്ര മഴ വന്നാലും എത്ര വെയിൽ വന്നാലും അവരെ സംബന്ധിച്ചിടത്തോളം അതുമായി ഇണങ്ങി ജീവിക്കുന്നതുകൊണ്ട് അവർക്കതൊരു പ്രശ്നമായോ ഒരു വലിയ പ്രതിഷേധത്തിനുള്ള കാരണമായോ ഒന്നും അവരതിനെ കാണാറ്. നമ്മുടെ കേരളത്തിലെ സ്ഥിതി അതല്ല. കേരളം സുഖലോലുപർ ധാരാളം വർദ്ധിച്ചു വരുന്ന കാര്യം. സൗകര്യങ്ങളാണ് പ്രധാനം. ഭൗതിക ജീവിത സാഹചര്യങ്ങൾ ധാരാളം വേണം എന്നാഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് എത്ര പണം മുടക്കിയാലും യാതൊരു അതിനൊരു മടിയില്ലാത്തവരാണ്. കാരണം കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ്. ഏത് ഉപഭോഗ വസ്തുക്കൾ ഇറങ്ങിയാലും അതിൻ്റെ ഏറ്റവും വലിയ മാർക്കറ്റ് കേരളമാണ്. കേരളത്തിലാണ് ഏറ്റവും വിലപിടിപ്പുള്ള കാർ ഇറങ്ങിയാൽ കേരളത്തിലാണ് ആദ്യം ചിലവ്. കേരളത്തിലാണ് അതിൻ്റെ ബുക്കിംഗ്. ഏത് വസ്തുക്കൾ ഉപഭോഗ വസ്തുക്കൾ ഉണ്ടാക്കി മാർക്കറ്റിലെത്തിച്ചാൽ വലിയ ബുക്കിംഗ് കിട്ടുന്നത് കേരളത്തിൽ നിന്നാണ്. കേരളത്തിലെ ജനങ്ങളുടെ മാനസികാവസ്ഥ അതാണ്. അവർക്കൊരു രോഗം പിടിപെട്ടാൽ അന്ന് തന്നെ, ഇന്ന് രാവിലെ രോഗം പിടിപെട്ടാൽ വൈകുന്നേരം തന്നെ അത് ഭേദമാണ്. അല്ലെങ്കിൽ ആകെ അസ്വസ്ഥതയാണ്. രോഗിയായിട്ട് അങ്ങനെ ഇരിക്കാനൊന്നും അവസ്ഥ തയ്യാറില്ല. അതുകൊണ്ട് സുഖമായി ജീവിക്കണം. ഈ സുഖം എന്നുള്ളതിൻ്റെ നിർവചനം എന്താണ്? ഭൗതിക ജീവിത സാഹചര്യങ്ങളുണ്ടാകും. ഭൗതിക ജീവിത സാഹചര്യം എന്ന് പറഞ്ഞാൽ മേനിനടിച്ച് നടക്കുക, സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് സുഖമായി ജീവിക്കുക. പക്ഷേ ഹൃദയത്തിലേക്ക് എന്തുണ്ട് എന്നുള്ളതാണ്. മനസ്സിൻ്റെ താളം തെറ്റുന്നു. അതുകൊണ്ട് തന്നെ ടെൻഷൻ വർദ്ധിക്കുന്നു. ഏറ്റവും വലിയ ടെൻഷൻ ഉള്ള ആളുകൾ കേരളീയരായി മാറിയിരിക്കുകയാണ്. പിരിമുറുക്കമാണ്. അപ്പോൾ ഈ പിരിമുറുക്കത്തിൽ അവരുടെ ശരീരത്തിൻ്റെ ഘടനയിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു. സൈക്കോസൊമാറ്റിക് ഡിസീസ് വർദ്ധിക്കുന്നു. മനോജന്യമായ രോഗങ്ങൾ വർദ്ധിച്ചു വരികയാണ്. അങ്ങനെ ഉള്ള രോഗങ്ങൾ ഇവിടെ വർദ്ധിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ പിരിമുറുക്കമാണ്. നാളെ എന്ത് സംഭവിക്കുമെന്നുള്ളതിനെക്കുറിച്ച് ഉത്കണ്ഠയാണ്. സുഖഭോഗ വസ്തുക്കൾക്ക് വേണ്ടിയിട്ടുള്ള നെട്ടോട്ടമാണ്. എനിക്കത് വേണം ഇത് വേണം എന്നുള്ള ആർത്തിയാണ്. മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്, ഈ പ്രകൃതിയിൽ കാണുന്നതെല്ലാം നിങ്ങളുടെ ആവശ്യത്തിനുള്ളതാണ്. ഇറ്റ് ഈസ് ഫോർ യുവർ നീഡ്, നോട്ട് ഫോർ യുവർ ഗ്രീഡ്. നിങ്ങളുടെ ആർത്തിയുണ്ട്, നിങ്ങളുടെ ഈ ആക്രാന്തം, അത് പരിഹരിക്കാൻ വേണ്ടിയോ അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള അല്ല ഈ പ്രകൃതി വിഭവങ്ങൾ എന്ന് പറയുന്നത്. ഈ പ്രകൃതി വിഭവങ്ങളെല്ലാം ചൂഷണം ചെയ്യും. നമ്മുടെ ആളുകളുടെ വിചാരം ഇതൊക്കെ നമ്മുടെ സുഖത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ കാണുന്ന പ്രകൃതി വിഭവങ്ങൾ എന്ന് വിചാരിച്ച് അത് മുഴുവൻ നശിപ്പിക്കുകയാണ്. സ്വന്തം സുഖത്തിന് വേണ്ടിയാണ്. അതിൻ്റെ ദുരിതവായ്പ അനുഭവിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മുടെ മഴ, ഇത് തുലാവർഷമാണോ കാലവർഷമാണോ എന്ന് ആർക്കും അറിയത്തില്ല. തുലാവർഷമാണെങ്കിൽ ഇപ്പോൾ തുലാമാസം കഴിഞ്ഞ് വൃശ്ചികമാണ്. തുലാവർഷമാണെങ്കിൽ ഇടിവെട്ടി പെയ്യേണ്ട മഴയാണ്. പക്ഷേ ഇവിടെ എവിടെയോ ഇടിയില്ല, വെട്ടുമില്ല. മഴ പെയ്യുകയാണ്. ഒരു തുള്ളിക്ക് 5 കുടം എന്ന നിലയ്ക്കാണ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരൊറ്റ ദിവസം പെയ്താൽ വെള്ളപ്പൊക്കമാണ്. അതുകൊണ്ട് രാവിലെ തിരുവനന്തപുരത്ത് നിന്ന് ഇറങ്ങിയാൽ എറണാകുളത്ത് എത്തുമോ ഇല്ലയോ എന്നുള്ളത്, രാവിലെ മഴയാണെങ്കിൽ എത്താൻ വലിയ പാടാണ്. കാരണം MC റോഡിൽ കൂടി എത്രയോ സ്ഥലങ്ങളിൽ വെള്ളക്കെട്ടാണ്. വെള്ളം വന്ന് നിൽക്കുക, ഒഴുകിപ്പോകാൻ നിവൃത്തിയില്ല. നമുക്ക്
ഒരു ദിവസം 2 ദിവസം മഴ പെയ്താൽ വെള്ളപ്പൊക്കമാണ് കേരളത്തിൽ. 2 ദിവസം വെയിൽ വന്നാൽ കുടിക്കാൻ വെള്ളം, കുടിവെള്ളക്ഷാമം. ഈ ആഗോള താപനവും അതുപോലെ കാലാവസ്ഥാ വ്യതിയാനവും കുടിവെള്ളക്ഷാമവും ഭക്ഷ്യ പ്രതിസന്ധി ഒക്കെ തുളിച്ചു നോക്കുകയാണ്. കാരണം മനുഷ്യൻ്റെ ഈ ആക്രാന്തമാണ്, അവൻ്റെ ആർത്തിയാണ്. ഇത് മുഴുവൻ നശിപ്പിച്ച് അവൻ്റെ സുഖത്തിന് വേണ്ടി, സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി അവനിതിനെ ഉപയോഗിച്ച് ഇപ്പോൾ ഇതായി. 5.5 ലക്ഷം ഹെക്ടർ നെൽവയലുണ്ടായിരുന്നത് ഇപ്പോൾ 2.5 ലക്ഷമായി. മണ്ണിട്ട് നികത്തി. എനിക്കറിയാം, പമ്പാ നദി 36 കൈവഴികളുണ്ടായി, ഇപ്പോൾ 7 എണ്ണമറ്റേ ഉള്ളൂ. വെള്ളം എങ്ങനെ പോകും? എങ്ങോട്ടേക്ക് ഒഴുകി പോകും? നിന്ന് പോകുകയല്ലാതെ ഇപ്പോൾ എന്ത് ചെയ്യാൻ? ഈ പ്രാവശ്യം മഴവെള്ളത്തിൽ പമ്പയുടെ തീരപ്രദേശത്തുള്ള എല്ലാ ഗ്രാമങ്ങളും വെള്ളത്തിനുണ്ട്. ഈ 3 ദിവസവും വെള്ളത്തിനുണ്ട്. നാളിതുവരെ അവിടുത്തെ ജനങ്ങൾ ഇത്രയും വെള്ളം പൊങ്ങിയത് കണ്ടിട്ടില്ല. 2 ദിവസത്തെ മഴവെള്ളമാണ് പൊങ്ങുകയാണ്. ഈ കാലാവസ്ഥ വ്യതിയാനം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്? എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കാൻ പോകുന്നത്? പരിണിത ഫലം ഈ അടുത്ത കാലത്ത് മുഖ്യമന്ത്രി തന്നെ സമ്മതിച്ചു, കേരളം ഒരു പരിസ്ഥിതി ദുർബല സംസ്ഥാനമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. നിയമസഭയിൽ വെച്ച് പറഞ്ഞ ഇതിനു മുമ്പ് ഒരു മുഖ്യമന്ത്രി അങ്ങനെ പറയേണ്ടി വന്നിട്ടില്ല. ആയിക്കഴിഞ്ഞിരിക്കുന്നു. കേരളം അങ്ങനൊരു നിലയിലായി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഭൂഗർഭ ജലവിധാനം താന്നുപോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ശുദ്ധജലം കിട്ടാനുള്ള ബുദ്ധിമുട്ട്, ഇതെല്ലാം ഈ പ്രകൃതിയുടെ താളം തെറ്റിയിരിക്കുന്നത് കൊണ്ട് നല്ല ആഹാരം കഴിക്കാനുള്ള ബുദ്ധിമുട്ട്, ഇതെല്ലാം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് മഹാത്മാഗാന്ധി ലിവ് വിത്ത് നേച്ചർ, ജീവിക്കുക, പ്രകൃതിയോടൊപ്പം ജീവിക്കുക, പ്രകൃതിയോടൊപ്പം ചെയ്യും. പ്രകൃതിയിൽ നിന്നും ഭിന്നനായി മാറി പ്രകൃതിയെ തൻ്റെ ഒരു ഉപഭോഗ വസ്തുവാക്കി മാറ്റിയെടുക്കാതെ, ഈ പ്രകൃതി എന്ന് പറയുന്ന ഒരു കുടുംബമാണ്, ആ കുടുംബത്തിലൊരംഗം മാത്രമാണ് താൻ എന്നും മറ്റുള്ളതിനെല്ലാം ഇവിടെ നിലനിൽക്കാനുള്ള അവകാശമുണ്ടെന്നും ഉള്ള ഒരു സമീകരണത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സഹവർത്തിത്വത്തിൻ്റെയും ഒരു സമദർശനത്തിൻ്റെയും സഹജീവനത്തിൻ്റെയും ആയിട്ടുള്ള ഒരു നല്ല ചിന്തകൾ നമ്മുടെ ഇടയിലേക്ക് കടന്നു വരണം. ഈ പ്രകൃതിയെ സ്നേഹിക്കാൻ കഴിയും. ഒരു വൈകാര്യമായൊരു ബന്ധം ഈ പ്രകൃതിയുമായിട്ടുണ്ടാകും. എങ്കിൽ മാത്രമേ നമുക്ക് ഈ വൈതരണിയിൽ നിന്ന് കരകയറാൻ പറ്റൂ. അവിടെയാണ് ഈ പ്രകൃതി ചികിത്സയുടെ, പ്രകൃതി ജീവനത്തിൻ്റെ പ്രസക്തി നമുക്ക് ബോധ്യപ്പെടും. പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്നുകൊണ്ട് പ്രകൃതിയിൽ ഞാനും ഭിന്നരല്ല എന്ന ആ അടിസ്ഥാന തത്വം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയുമ്പോഴാണ് നമുക്ക് ആരോഗ്യം ഉണ്ടാകും. നല്ലൊരാരോഗ്യം നമുക്കുണ്ടാകേണ്ടതാണ് ആവശ്യം. ആ ആവശ്യം നിറവേറ്റണം എന്ന് മഹാത്മാഗാന്ധി നമ്മളോട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പറയുകയുണ്ടായി. അദ്ദേഹമാണ് വാസ്തവത്തിൽ ഈ ഒരു ചികിത്സാ സമ്പ്രദായത്തെ അല്ലെങ്കിൽ ഈ ഒരു ജീവന രീതി ഒന്ന് ജനങ്ങളുടെ ഇടയിലേക്ക് വളർത്തിക്കൊണ്ടുവന്നു. അത് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിൽ, പുസ്തകങ്ങളിലൊക്കെ നമുക്ക് അത് കാണാൻ കഴിയും. അദ്ദേഹം എവിടെ പോയി കഴിഞ്ഞാലും പ്രകൃതിയിലെ ഒന്നിനെയും നശിപ്പിക്കരുത് എന്ന് പറയുന്ന ഒരു സ്വഭാവമാണ്. ഒരു മരത്തിൻ്റെ ഒരു ശിഖരം, ഒരു ചില്ല വേണം, ഇല വേണം എന്ന് പറഞ്ഞപ്പോൾ ആ കേട്ടയാൾ പോയി ഒരു ശിഖരം തന്നെ ഒടിച്ചുകൊണ്ട് വന്നു. ഗാന്ധിയല്ലേ ആവശ്യപ്പെട്ടു, അദ്ദേഹത്തിന് തന്നെ ഒരില എന്തിനാണ്, ഇരിക്കട്ടെ, അദ്ദേഹത്തിന് സന്തോഷമായി കൊടുക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ചോദിച്ചതൊരു ഇലയാണ്, നിങ്ങൾ ഒരു കൊമ്പ് മുഴുവൻ മുറിച്ചുകൊണ്ട് വന്നു, എന്തിനാണ്, അനാവശ്യമായിട്ട് എന്തിനാണ് ഈ പ്രകൃതിയിൽ ഈ നാശം വരുത്തിയത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതുപോലെ തന്നെയാണ് അദ്ദേഹം കൈ കഴുകാനൊരു വെള്ളം അല്പം ചോദിച്ചപ്പോൾ ഒരാൾ ഒരു ബക്കറ്റിൽ വെള്ളമായിട്ട് വന്നിട്ടൊരു കപ്പ് അതിൻ്റെ അകത്തിട്ടുന്നു. അദ്ദേഹം ആവശ്യത്തിന് കൈ കഴുകാനുള്ളത് മാത്രം എടുത്തിട്ട് കൊണ്ടുവന്ന ആളിനോട് പറയും, ഈ വെള്ളം നിങ്ങൾ എവിടെ നിന്നാണോ എടുത്തുകൊണ്ട് വന്നത് അവിടേക്ക് തിരികെ കൊണ്ട് ഒഴിക്കാൻ പറയും. അപ്പോൾ പ്രകൃതി വിഭവങ്ങളെ പരിരക്ഷിച്ച് പരിപാലിച്ച് നിലനിർത്തിക്കൊണ്ട് തന്നെ ഉള്ള ഒരു ജീവിത സമ്പ്രദായമാണ് നമുക്ക് ആവശ്യം. ആ നിലയ്ക്ക് ഉയരാനും വളരാനും വികസിക്കാനും നമുക്ക് സാധിക്കണം. അപ്പോഴാണ് പ്രകൃതി ജീവനം എന്നുള്ളതൊരു യാഥാർത്ഥ്യമാകുന്നത്. പ്രകൃതി ജീവനത്തിലൂടെ നമുക്ക് ഒരു സന്തുഷ്ടമായ, സംതൃപ്തമായ, ആരോഗ്യകരമായ ഒരു ജീവിതം നയിക്കാൻ കഴിയും.
ഡോക്ടർ ജേക്കബ് വടക്കഞ്ചേരി സാറൊക്കെ എത്രയോ ത്യാഗം സഹിച്ചാണ് ഈ നാട്ടിലെ ജനങ്ങളുടെ ഇടയിലും ഈ കാര്യം വിളിച്ചു പറയാൻ തുടങ്ങിയിട്ട് നാളുകൾ എത്രയായി. ശരിയാണ്, കേരളത്തിൻ്റെ പൊതു മനസ്സ്, സമൂഹ മനസ്സ് ഇതൊന്നും പെട്ടെന്ന് അംഗീകരിക്കുന്നവരല്ല. മാറ്റിയെടുക്കണമെങ്കിൽ കുറേ വിഷമമുണ്ട്. കാരണം അപ്പുറത്ത് വലിയ കച്ചവട ലോബി നിൽക്കുകയാണ്. ഈ ചൂഷണം ചെയ്ത് പണമുണ്ടാക്കാൻ ലാഭക്കൊതിയന്മാർ, കൊള്ളലാഭക്കാർ നിൽക്കുകയാണ്. അവരുടെ രംഗമാണ് ആരോഗ്യരംഗം എന്ന് പറയുന്നത്. അവിടെ ഈ തരത്തിൽ ഒരു പ്രകൃതി ജീവന പദ്ധതിയുമായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒട്ടേറെ എതിർപ്പുകളുണ്ടാകും, വിമർശനമുണ്ടാകും, കുറ്റപ്പെടുത്തും, ഒറ്റപ്പെടുത്തും, ഇതെല്ലാം ഉണ്ടാകുന്നതാണ് സ്വാഭാവികമാണ്. പക്ഷേ അതിനെ നേരിടാനുള്ള ഇച്ഛാശക്തി നമുക്കുണ്ടാവുക എന്നുള്ളതാണ് ആവശ്യം. ഏതായാലും ജേക്കബ് വടക്കഞ്ചേരി സാറിന് ആ ഒരു ഇച്ഛാശക്തിയുണ്ട്. എന്ത് വന്നു കഴിഞ്ഞാലും പറയാനുള്ളത് പറയേണ്ടതുപോലെ പറയേണ്ടിടത്ത് പറയുന്നത് കൊണ്ട് ഒരുപക്ഷെ താമസിച്ചാണേലും അംഗീകാരം കിട്ടി വരികയാണ്. അത് കിട്ടുക തന്നെ ചെയ്യും. കാരണം നമ്മൾ പറയുന്നത് ശരി എന്ന് 100% നമുക്ക് ബോധ്യമുള്ളിടത്തോളം കാലം നമുക്ക് എതിർപ്പുകളെ അവഗണിക്കേണ്ടതായിട്ടുണ്ട്. എതിർപ്പുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ ചിന്തിക്കാൻ പറ്റൂ. വിമർശിക്കുകയും എതിർക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മളിതിൻ്റെ അടിസ്ഥാന തത്വങ്ങളിലേക്ക് വീണ്ടും പോകുന്നത്. വീണ്ടും അത് ശരിയാണോ എന്നുള്ള പരിശോധനയിലേക്ക് പോകും. ആത്മപരിശോധനയ്ക്ക് നമുക്ക് തയ്യാറാകും. അങ്ങനെ പരിശോധിക്കുന്നത് നമുക്ക് വളരെ നല്ലത് തന്നെയാണ്. ഒന്നുകൂടി ഒരു മിഴിവുറ്റ ഒരു സമ്പ്രദായമാക്കി ഇതിനെ മാറ്റിയെടുക്കാൻ സാധിക്കും. ഏതായിരുന്നാലും ജേക്കബ് വടക്കഞ്ചേരി സാറ് അദ്ദേഹത്തിൻ്റെ ത്യാഗോജ്വലമായ പ്രവർത്തനത്തിൻ്റെ ഫലം വരുന്ന ആളുകളിൽ ഈ കേരളത്തിലെ ജനം അറിയുക തന്നെ ചെയ്യും. അതിന് കേരളം പരുവപ്പെട്ടു വരികയാണ്. കേരളത്തിലെ ജനമനസ്സ് അതിന് പാകപ്പെട്ടു വരികയാണ്. അത് സമീപ ഭാവിയിൽ തന്നെ അവർ അത് മനസ്സിലാക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അലോപ്പതിയും അതുപോലെ തന്നെ മറ്റ് ചികിത്സാ സമ്പ്രദായങ്ങളും ഒക്കെ ഉള്ളപ്പോൾ അവരുടെ പ്രചണ്ഡമായ പ്രചരണത്തിൻ്റെ മുന്നിൽ ചിലപ്പോൾ ഒരുപക്ഷെ പകച്ച് നിൽക്കു പോകേണ്ടി വന്നേക്കാം. പക്ഷേ അവരുപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പല മരുന്നുകളും 15 വർഷം 20 വർഷം കഴിയുമ്പോൾ നിരോധിക്കുകയാണ്. അമേരിക്കയിലും മറ്റു പല സ്ഥാപനങ്ങളിലെ ലാബുകളിലൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അതൊക്കെ വിഷമാണെന്ന് പിന്നീട് പറയും. 15, 20, 25 വർഷക്കാർ ഉപയോഗിച്ചതിന് ശേഷമാണ് പറയും. എത്രയോ മരുന്നുകൾ മാർക്കറ്റിൽ നിന്ന് പിൻവലിച്ചു അല്ലെങ്കിൽ നിരോധിച്ചു. പല രാജ്യങ്ങളും നിരോധിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ നമ്മുടെ തുളസി, നമ്മുടെ പച്ചവെള്ളം ആരും നിരോധിച്ചിട്ടില്ല. നമ്മുടെ പഴവർഗ്ഗങ്ങൾ ആരും നേരെ നിരോധിച്ചിട്ടില്ല. നിരോധിക്കാനൊക്കെ സാധ്യമില്ല. കാരണം അത് പ്രകൃതിയാണ്. പ്രകൃതി ഒരിക്കലും നമ്മെ കൈവിടില്ല. പ്രകൃതിയെ സ്നേഹിച്ചാൽ തീർച്ചയായും പ്രകൃതി നമ്മെ സ്നേഹിക്കും, നമ്മെ കൈവിടില്ല. കാരണം നമ്മൾ ധർമ്മോ രക്ഷതി രക്ഷിത എന്ന് പറയാറുണ്ട്. ധർമ്മത്തെ രക്ഷിച്ചാൽ തീർച്ചയായും ധർമ്മം നമ്മയും രക്ഷിക്കും എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. പ്രകൃതിയെ നമ്മൾ സംരക്ഷിച്ചാൽ പ്രകൃതി നമ്മയും രക്ഷിക്കും, യാതൊരു സംശയമില്ല. പക്ഷെ പ്രകൃതിയോട് യുദ്ധം ചെയ്യാനാണ് ഇന്ന് പലപ്പോഴും പലർക്കും ആഗ്രഹം. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള യുദ്ധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ യുദ്ധത്തിൽ മനുഷ്യൻ തോക്കും, പ്രകൃതി ജയിക്കും, യാതൊരു സംശയമില്ല. അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഈ യുദ്ധത്തിൽ തീർച്ചയായും പ്രകൃതിയെ ജയിക്കും. അത് നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എത്ര അനുഭവിച്ചാലും മനസ്സിലാവില്ലെങ്കിൽ എന്താ ചെയ്യുക? ഈ ഉള്ളുപൊട്ടലുകളും ഈ ജീവനാശവും ഒക്കെ എത്രയോ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം നമ്മൾ കാണുമ്പോൾ നമുക്ക് ബോധ്യപ്പെടേണ്ട ഈ പ്രകൃതിയെ നമ്മൾ സംരക്ഷിച്ചുകൊണ്ടുള്ള, പരിരക്ഷിച്ചുകൊണ്ടുള്ള, പരിപാലിച്ചുകൊണ്ടുള്ള ഒരു ജീവിത സമ്പ്രദായം, ഒരു ജീവിത രീതി, ഒരു കർമ്മ പദ്ധതി നമുക്ക് ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ട് നമുക്ക് മുന്നേറാം. കേരളത്തിൻ്റെ മുഖച്ഛായ തന്നെ നമുക്ക് മാറ്റിയെടുക്കാം. അങ്ങനെ ഒരു നവകേരള സൃഷ്ടിക്ക് വേണ്ടി നമുക്ക് മുന്നോട്ടേക്ക് പോകാം. മഹാത്മാഗാന്ധി കാട്ടിത്തന്ന പാതയിലൂടെ നമുക്ക് മുന്നോട്ടേക്ക് പോകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. നന്ദി, നമസ്കാരം. ഞാൻ കുറച്ചു കാലം കോളേജിൽ പഠിപ്പിച്ചിരുന്നു. അവിടെ കുട്ടികൾക്ക് പഠിക്കാനായിട്ടൊരു ഏകാംഗ നാടകം, 1 act play ഉണ്ടായിരുന്നു. ഇംഗ്ലീഷിലാണ്. ദി ലാസ്റ്റ് വാർ എന്നാണ് എൻ്റെ പേര്. അതിലൊരു യുദ്ധമുണ്ടായി, ഒരു ബാക്ടീരിയോളജിക്കൽ വാർ. അങ്ങനെ ഒരു ആയുധം മനുഷ്യൻ കണ്ടുപിടിച്ചു, ബാക്ടീരിയ ആയുധമായിട്ട് ഉപയോഗിച്ചു. അത് പ്രയോഗിച്ചു, മനുഷ്യരെല്ലാം മരിച്ചു, മൃഗങ്ങൾ മാത്രം അവശേഷിച്ചു. കാരണം ഈ ശാസ്ത്രത്തിൻ്റെ ഒരു വികാസം കൊണ്ട് ആളുകളെ
തിരഞ്ഞെടുത്ത് വധിക്കാനായിട്ട് സാധിക്കും. ഏതെങ്കിലും ഒരു വംശത്തെ വധിക്കണമെങ്കിൽ അത് സാധിക്കും, ഏതെങ്കിലും ഒരു വിഭാഗത്തെ വധിക്കണമെങ്കിൽ അത് സാധിക്കും, മനുഷ്യരെ മാത്രം വധിക്കണമെങ്കിൽ അത് സാധിക്കും. അങ്ങനെ ഉള്ള ആയുധം പ്രയോഗിച്ച് മനുഷ്യരെല്ലാം മരിച്ചുപോയി. ഇപ്പം മൃഗങ്ങളും ഭൂമിയും അവശേഷിച്ചു. ഇനി എന്തു വേണം എന്നാലോചിക്കുന്നതിന് വേണ്ടി മൃഗങ്ങളുടെ ഒരു യോഗം കൂടുകയാണ്. അങ്ങനെ യോഗം കൂടി അതിലെല്ലാ ജീവികളും ഉണ്ട്, കുരങ്ങനും ഉണ്ട്. അപ്പോൾ ഒരു ജീവി പറഞ്ഞു, ഇയാളെ ഇവിടെ ഇരുത്തരുത്, കുരങ്ങനെ ഇവിടെ ഇരുത്തരുത്, കാരണം ഇവനിൽ നിന്ന് പരിണമിച്ചാണ് മനുഷ്യനുണ്ടായത്. അവനാണ് ഈ വങ്കത്വം കാണിച്ച് ഈ നാശം മുഴുവൻ ഇവിടെ ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഇവനെ കൂട്ടണ്ട, കാരണം ഇവൻ ഭാവിയിൽ കുഴപ്പമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുരങ്ങൻ്റെ പ്രതിനിധി എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഞങ്ങളിൽ നിന്ന് പരിണമിച്ചതേ അല്ല മനുഷ്യൻ, അതൊരു കെട്ടുകഥയാണ്, ഇത് പറഞ്ഞ് ഞങ്ങളെ അപമാനിക്കരുത്. കുരങ്ങനിൽ നിന്നാണ് മനുഷ്യൻ പരിണമിച്ചുണ്ടായത് എന്ന് പറഞ്ഞ് ഞങ്ങളെ അപമാനിക്കരുത് എന്ന് പറയുന്ന ഒരു രംഗമുണ്ട്. ഞാൻ പറയുന്നത് മനുഷ്യൻ്റെ വിഡ്ഢിത്തം. ഇപ്പോൾ ഈയിടെ നമ്മൾ പതിവായി ദിനപത്രങ്ങളിൽ വായിക്കുകയും ചാനലുകളിൽ കേൾക്കുകയും ചെയ്യുന്ന ഒരു വാർത്ത, വന്യമൃഗങ്ങൾ നാട്ടിലേക്കിറങ്ങി നമ്മുടെ കൃഷിയിടങ്ങളൊക്കെ നശിപ്പിക്കുന്നു, ആളുകളെ ഉപദ്രവിക്കുന്നു, ആനയെ അടിക്കുന്നു, ചവിട്ടുന്നു, പന്നി കുത്തുന്നു, കടിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ. വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നു, മനുഷ്യൻ്റെ കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങി മനുഷ്യൻ്റെ കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ്? മനുഷ്യൻ ഈ മൃഗങ്ങൾ വളരെ സ്വൈരസഞ്ചാരം ചെയ്തിരുന്ന സ്ഥലങ്ങൾ, അവർ സുഖമായി ജീവിച്ചിരുന്ന സ്ഥലങ്ങൾ, അവർ ഭക്ഷണം തേടിയിരുന്ന സ്ഥലങ്ങൾ പതിയെ പതിയെ എൻക്രോച്ച് ചെയ്ത് അതിക്രമിച്ച് കടന്ന് സ്വന്തമാക്കി അവിടുത്തെ കാട് മുഴുവൻ വെട്ടി നശിപ്പിച്ച്, മരങ്ങൾ വെട്ടി നശിപ്പിച്ച് അവിടെ മനുഷ്യനുതകുന്ന രീതിയിലുള്ള കൃഷികൾ ഇറക്കുകയാണ് ചെയ്തത്. ഈ സമയത്ത് ഈ മൃഗങ്ങളെ ആക്രമിക്കുന്നു, ഞങ്ങളെ ഒരു വെടിവെച്ച് കൊല്ലുന്നു, അല്ലെങ്കിൽ മറ്റു രീതിയിൽ അവരെ ഞങ്ങൾ നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പരാതി പറയാൻ മൃഗങ്ങൾക്കാവുകയില്ല. അങ്ങനെ ഒരു നിവൃത്തികേട് വന്നു കഴിയുമ്പം, ഇപ്പോൾ ആന സഞ്ചരിക്കുന്ന വഴിയുണ്ട്, ആനത്താര എന്ന് പറഞ്ഞു, ആന സഞ്ചരിക്കുന്ന വഴിയുണ്ട്. ആ വഴിക്ക് നടുവിലൂടെ നമ്മൾ റോഡുകൾ വിട്ടുമ്പോൾ ആന റോട്ടിൽ വന്ന് വാഹന സഞ്ചാരികളെ ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞ് പരാതി പറഞ്ഞിട്ട് എന്താ കാര്യം? ഇത് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയുള്ള അടിസ്ഥാനപരമായ ഒരു തെറ്റിദ്ധാരണയുടെ ഫലമായി സംഭവിക്കുന്നതാണ്. ഈ പ്രകൃതി മനുഷ്യന് കീഴടക്കാനുള്ള, മനുഷ്യനെതിരായ ശക്തികൾ നിറഞ്ഞ ഒരു പ്രതിഭാസമാണ് എന്നുള്ള ഒരു ചിന്ത ഈ ആധുനിക ശാസ്ത്രം മനുഷ്യന് പഠിപ്പിച്ചതാണ്, അല്ലെങ്കിൽ ആധുനിക ശാസ്ത്രത്തിൽ കൂടി മനുഷ്യൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമാണ്. ഫ്രാൻസിസ് ബേക്കൺ എന്ന് പറയുന്ന പ്രസിദ്ധനായ ഒരു ശാസ്ത്രജ്ഞൻ പിന്നീട് ചിന്തകനായി മാറി. അദ്ദേഹത്തിൽ നിന്നാണ് ഈ ചിന്തയുടെ ശക്തമായ രൂപീകരണം അദ്ദേഹമാണ് നടത്തിയിട്ടുള്ളത്. അതായത് മനുഷ്യൻ പ്രകൃതിയെ കീഴടക്കുന്നതിൽ എത്ര കണ്ട് മുന്നേറുന്നുവോ അത്ര കണ്ടാണ് മനുഷ്യൻ്റെ സംസ്കാരത്തിൻ്റെ വളർച്ച നിർണ്ണയിക്കുന്നത്, അതിൻ്റെ നാഗരികതയുടെ വികാസം നിർണ്ണയിക്കുന്നത് പ്രകൃതിയുടെ മേൽ മനുഷ്യൻ നേടുന്ന ആധിപത്യത്തിൻ്റെ തോതനുസരിച്ചാണ് എന്ന ഒരു സിദ്ധാന്തം തന്നെ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കും. ഇതൊരു സമീപനമായിട്ട് സ്വീകരിച്ചുകൊണ്ടാണ് മനുഷ്യൻ പ്രകൃതിയുടെ അവിഭാജ്യ ഘടകമാണ്, പ്രകൃതിയുടെ ഭാഗമാണ്, പ്രകൃതിയുടെ രൂപഭേദത്തിൻ്റെ ഫലമായിട്ട് അല്ലെങ്കിൽ പരിണാമത്തിൻ്റെ ഫലമായി രൂപപ്പെട്ടതാണ് മനുഷ്യൻ എന്നുള്ള അടിസ്ഥാനപരമായ സത്യം മറന്ന്, അല്ലെങ്കിൽ അത് നിരാകരിച്ച് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം ഒരു കൺഫ്രണ്ടേഷൻ്റെ രംഗം, ഒരു ഏറ്റുമുട്ടലിൻ്റെതാണ് എന്ന് വരുത്തി തീർക്കുകയാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നത്. നമ്മൾ മനുഷ്യനെ പറ്റിയിട്ടുള്ള പഠനങ്ങളുണ്ട്, മനുഷ്യ ശരീരത്തിൽ എന്തെല്ലാമാണ് ഉള്ളത് എന്നതിനെ സംബന്ധിച്ചുള്ള പഠനങ്ങളുണ്ട്. മനുഷ്യ ശരീരത്തിലുള്ളത് പ്രകൃതിയിലുള്ള വസ്തുക്കളാണ്. മനുഷ്യ ശരീരത്തിലുള്ളത് പ്രകൃതിയിലുള്ള സകല മൂലകങ്ങളും മനുഷ്യ ശരീരത്തിലുണ്ടെന്നും മനുഷ്യ ശരീരത്തിൽ ഇല്ലാത്ത മൂലകങ്ങളൊന്നും പ്രകൃതിയിലില്ലെന്നും അങ്ങനെയുണ്ട്. പണ്ട് വേദങ്ങളിലൊക്കെ പറഞ്ഞു യഥാ പിണ്ടേ തഥാ ബ്രഹ്മാണ്ടേ എന്ന് പറഞ്ഞിരുന്നു. തിരിച്ചും പറയാം, യഥാ ബ്രഹ്മാണ്ടേ തഥാ പിണ്ടേ എന്ന് പറയാം. അതായത് ബ്രഹ്മാണ്ടത്തിൽ എന്തുണ്ടോ അതെല്ലാം പിണ്ടത്തിലുണ്ട്. മനുഷ്യ ശരീരത്തിൽ എല്ലാ മൂലകങ്ങളും, പ്രകൃതിയിൽ കാണുന്ന സമസ്ത മൂലകങ്ങളും മനുഷ്യ ശരീരത്തിലുണ്ട് എന്നാണ് ഇത് വളരെ വിശദമായി ഗവേഷണപരമായി പഠിച്ച് ഉള്ള ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ പ്രകൃതിയും മനുഷ്യനും തമ്മിൽ
ഒരു ബന്ധമുണ്ടെന്ന് പറയല്ല, മനുഷ്യൻ പ്രകൃതിയുടെ ഭാഗമാണ്, അവിഭാജ്യ ഘടകമാണ്. പാർട്ട് ആൻഡ് പാഴ്സൽ എന്ന് ഇംഗ്ലീഷിൽ പറയും. അതിനെ വേർതിരിച്ച് കാണാനായിട്ട് സാധിക്കില്ല. ഗാന്ധിജിയും പ്രകൃതി ജീവനവുമായിട്ടുള്ള ബന്ധം പറഞ്ഞല്ലോ. ഞാൻ ഈ കഴിഞ്ഞ തിങ്കളാഴ്ച കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ്റെ അടുത്തുള്ള ഈ നേച്ചറോപ്പതിയുടെ നേച്ചർ ലൈഫ് ഇൻ്റർനാഷണലിൻ്റെ ഒരു സെൻറ്ററുണ്ട്. ആ സെൻറ്ററിലാണ് ഒരു ദിവസം താമസിച്ചത്. തിങ്കളാഴ്ച എനിക്ക് അവിടെ ഒരു പരിപാടി ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ അവിടെ പോയി താമസിച്ചു. അപ്പോൾ ഞായറാഴ്ച രാത്രി അവിടുത്തെ അന്തേവാസികളുമായിട്ട് ഇങ്ങനെ വർത്തമാനം പറയുകയാണ്, ഒരു സത്സംഗം. അപ്പോൾ ഞാനവിടെ സംസാരിക്കില്ല എന്ന് തെക്ക് വടക്കഞ്ചേരിയോട് പറഞ്ഞിരുന്നതാണ്. അദ്ദേഹത്തിൻ്റെ പതിവ് സ്വഭാവം അനുസരിച്ച് അദ്ദേഹം തീരുമാനിക്കും ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അവിടെ അവരെ വിളിച്ചു പറഞ്ഞിരുന്നു. അപ്പോൾ അവിടെ ഒരാൾ പറഞ്ഞു ഞാൻ സംസാരിക്കുന്നു. അപ്പോൾ ഞാൻ എഴുന്നേറ്റിട്ട് ഞാൻ ഇന്ന വഴിക്കൊക്കെ പോയി ഇന്ന കാര്യമൊക്കെ ചെയ്തു വരികയാണ് എന്ന് പറഞ്ഞ് അവിടെ ഇരുന്നു. അപ്പോൾ ഒരു അന്തേവാസി അവിടെ ചികിത്സയ്ക്കായി വന്നിട്ടുള്ള ഒരു ആളിപ്പോൾ ചോദിച്ചിട്ടു, സാർ ഇങ്ങനെ ഗാന്ധിയൻ പ്രസ്ഥാനത്തിലൊക്കെ പ്രവർത്തിക്കുന്ന ആളാണ്, ഗാന്ധിയും പ്രകൃതി ചികിത്സയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞത് പറയണമെങ്കിൽ അനേക സമയം വേണ്ടി വരും. ഇത്ര വളരെ അടിസ്ഥാനപരമായ ഗാഢമായ മൗലികമായ ബന്ധമാണ് ഗാന്ധിജിയും പ്രകൃതി ജീവനവും തമ്മിലുള്ളത്. അതിലൊരു കാര്യമാണ് ഇപ്പോൾ രാജശേഖരൻജി ഇവിടെ പറഞ്ഞത്. ഈ ആധുനിക ഭാരതത്തിൽ ഈ പ്രകൃതി ജീവനം എന്ന് പറയുന്ന ഒരു ആരോഗ്യ സംരക്ഷണ പദ്ധതി ഇന്നത്തെ നിലയിൽ ആകുന്നതിനുള്ള ബീജാഭാവം ചെയ്തത് മഹാത്മാഗാന്ധിയാണ്. അദ്ദേഹമാണ് അത് അവതരിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തമല്ല പതിവ് പോലെ. നമ്മുടെ പാരമ്പര്യത്തിൽ ഉണ്ടായിരുന്ന ഒന്നാണ് പ്രകൃതി ജീവനം എന്ന് പറയുന്നത്. നമ്മുടെ പാരമ്പര്യത്തിൽ ഉണ്ടായിരുന്ന ഒന്നാണ്. നമ്മുടെ ആരോഗ്യ വാസ്തവത്തിൽ മൗലികമായ ഏറ്റവും ആദ്യത്തെ ആരോഗ്യ സംരക്ഷണ പദ്ധതി അതായിരുന്നു എന്നുള്ളതാണ്. നമ്മളത് മറന്നു, സമ്പൂർണ്ണമായിട്ടും മറന്നു. പക്ഷേ യൂറോപ്പിലെ ആളുകൾ ആണ് അത് വീണ്ടും ഓർമ്മിക്കാൻ അവർ നിർബന്ധിതരായി. ഗാന്ധിജിയാണ് ഇന്ത്യയിൽ അത് ആവിഷ്കരിച്ച് വളരെ ഫലപ്രദമായി അത് പ്രയോഗിക്കുകയുണ്ടായി എന്നുള്ളതാണ്. അദ്ദേഹം പൂനെയിലെ സെൻറ്ററിൻ്റെ കാര്യം പറഞ്ഞു. അങ്ങനെ പല സെൻറ്ററുകളും ഇന്ത്യയിൽ ആ കാലത്തുണ്ടായത് നമ്മൾ ഓർമ്മിക്കേണ്ട കാര്യം. ഗാന്ധിജി ഒരു ചികിത്സകൻ കൂടിയായിരുന്നു നമ്മളറിയണം. ഇന്നായിരുന്നു എന്നുണ്ടെങ്കിൽ മിക്കവാറും ഗാന്ധിജിയുടെ പേരിൽ ഒരു കേസുണ്ടാകുമായിരുന്നു. കാരണം അദ്ദേഹത്തിനൊരു ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച ഒരു സർട്ടിഫിക്കറ്റ് ഇല്ല എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലെ ആളുകൾക്ക് അസുഖം വരുമ്പോൾ ആശ്രമത്തിൽ അന്തേവാസികളുണ്ട്. അപ്പോൾ ഗാന്ധിജി എല്ലാ ദിവസവും പോയി അന്തേവാസികളെ കാണും. അപ്പോൾ അവരുടെ ആരോഗ്യസ്ഥിതി അന്വേഷിക്കും. അപ്പോൾ രോഗമുണ്ടെങ്കിൽ അദ്ദേഹം ചോദിക്കും അവരോട്, നിങ്ങൾക്ക് എന്ത് ചികിത്സ വേണം? അലോപ്പതി ചികിത്സ വേണോ, അതോ ആയുർവേദം വേണോ, അതോ എൻ്റെ ചികിത്സ വേണോ? പ്രകൃതി ചികിത്സയാണ് ഗാന്ധിജിയുടെ ചികിത്സ. അപ്പോൾ അദ്ദേഹം ഈ ആളുകൾ തിരഞ്ഞെടുക്കുന്നതനുസരിച്ചുള്ള ചികിത്സ നൽകുമായിരുന്നു. പലപ്പോഴും പല ആളുകളും പ്രകൃതി ജീവനമാണ് പ്രിഫർ ചെയ്തത്. കാരണം ഗാന്ധിജി അവർ തിരഞ്ഞെടുത്ത അതാണ്. കാരണം ഗാന്ധിജിയാണല്ലോ അന്നേരം ഡോക്ടറായിട്ട് വരുന്നത്. ഞാൻ ഓർക്കുന്നു, കൃഷ്ണസ്വാമി എന്ന് പറയുന്ന ഒരു ഗാന്ധിയൻ പ്രസ്ഥാനത്തിൻ്റെ നേതാവായിട്ടുള്ള ഒരാളുണ്ട്. അദ്ദേഹം ഗാന്ധി പീസ് ഫൗണ്ടേഷൻ്റെ സെക്രട്ടറി ആയിരുന്നു, ഗാന്ധി സ്മാരക നിധിയുടെ സെക്രട്ടറി ആയിരുന്നു, തമിഴ്നാട്ടുകാരനാണ്. അദ്ദേഹം സേവാഗ്രാമിൽ ഗാന്ധിജിയുടെ ആശ്രമത്തിലെ ഒരു അന്തേവാസിയായിരുന്നു. അദ്ദേഹം വളരെ പ്രായമെത്തിയാണ് മരിച്ചത്. എനിക്ക് അദ്ദേഹത്തെ വളരെ അടുത്ത് പരിചയപ്പെടുന്നതിനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുള്ളതാണ്. വളരെ ശ്രദ്ധേയനായിട്ടുള്ള ഒരാളാണ്. അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് അധികാര കൈമാറ്റത്തിൻ്റെ ചർച്ചകൾ നടക്കുമ്പോൾ, മൗണ്ട് ബാറ്റനുമായിട്ട് ചർച്ചകൾ നടക്കുന്ന സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ അന്ന് JB കൃപലാനിയായിരുന്നു. കൃപലാനിയുടെ സെക്രട്ടറി ആയിരുന്നു. ഈ ചർച്ചകൾ മുഴുവൻ കൃപലാനിക്ക് വേണ്ടി നോട്ടുകൾ കുറിച്ചെടുത്തിരുന്നത് കൃഷ്ണസ്വാമിയാണ്. എന്ന് പറഞ്ഞാൽ ഈ ചർച്ചയുടെ ഒരു ഇൻസൈഡറായിരുന്നു അദ്ദേഹം എന്നുള്ളതാണ്. അത്രയും നിർണായകമായ ചരിത്ര സംഭവങ്ങൾക്ക് നേരിട്ട് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരാളാണ് കൃഷ്ണസ്വാമി. അദ്ദേഹം ഈ സേവാഗ്രാം ആശ്രമത്തിൽ താമസിക്കുമ്പോൾ ഭയങ്കരമായി പനി പിടിച്ചു. സിവിയറായിട്ടുള്ള അതിശക്തമായിട്ടുള്ള പനിയാണ്. അപ്പോൾ ഗാന്ധിജി എന്നപ്പോൾ ഇങ്ങനെ വരയ്ക്കുകയാണ്. അപ്പോൾ കണ്ടു ചോദിച്ചു, എന്താ കൃഷ്ണ പറ്റിയത്? അപ്പോൾ പനിയാണല്ലോ. ഗാന്ധിജി പതിവ് ചോദിച്ചു, നിനക്ക് എന്ത് ചികിത്സ വേണം? കൃഷ്ണസ്വാമി ഈ പനിയുടെ സ്വഭാവം കണ്ട് അദ്ദേഹത്തിന് ഉറച്ചു വിശ്വസിച്ചു, ഈ പനിയോടുകൂടി ഞാൻ മരിക്കും, ഏതായാലും രക്ഷയില്ല. എന്നോട് പിന്നീട് അദ്ദേഹം പറഞ്ഞതാണ്, ഞാൻ ഏതായാലും ബാപ്പുവിനോട് പറഞ്ഞു, ഗാന്ധിജിയോട് പറഞ്ഞു, അങ്ങ് ചികിത്സിച്ചാൽ ഏതായാലും ഞാൻ മരിക്കാൻ പോവാണ്, എന്നാൽ മഹാത്മാവിൻ്റെ കൈകൊണ്ട് ചികിത്സിച്ച് മരിക്കാം എന്ന് വിചാരിച്ചു എന്നാണ്. അവസാനം എന്താ അന്ത്യശുശ്രൂഷ എന്നൊക്കെ പറയും, അന്ത്യകൂദാശം എന്ന് പറയുന്നത് പോലെ അവസാനത്തെ ചികിത്സ മഹാത്മാവിൽ നിന്ന് സ്വീകരിച്ചു മരിച്ചു എന്നുള്ളൊരു നിർവൃതി ഉണ്ടല്ലോ എന്ന് വിചാരിച്ച അങ്ങനെ പറഞ്ഞു. അദ്ദേഹം ചികിത്സിച്ചു. അസുഖം മാറിയെന്ന് തന്നെയല്ല, 10-90 വയസ്സ് വരെ ജീവിച്ചു കൃഷ്ണസ്വാമി.
ഇങ്ങനെ എത്രയോ കഥകൾ പറയാനായിട്ട് സാധിക്കും. അങ്ങനെ ഇത് പോപ്പുലറൈസ് ചെയ്തത്, ഇത് ഒരു ജനകീയമാക്കുന്നതിനുള്ള അടിത്തറ പാകിയത് ഗാന്ധിജിയാണെന്നുള്ളതാണ്. രണ്ടാമത് ഈ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഗാന്ധിജി പ്രകൃതി ജീവനത്തെപ്പറ്റി അല്ലെങ്കിൽ ആരോഗ്യ സംരക്ഷണത്തെപ്പറ്റി അദ്ദേഹത്തിൻ്റെ ഒരു മൗലികമായൊരു പുസ്തകമാണ്, കീ ടു ഹെൽത്ത് എന്നാണ്. എന്താണ് ആരോഗ്യത്തിൻ്റെ താക്കോൽ എന്ന് വേണമെങ്കിൽ അതിന് നമുക്ക് തർജ്ജമ ചെയ്യാം. കീ ടു ഹെൽത്ത്. അതിനകത്ത് ഈ പഞ്ചഭൂതങ്ങളും മനുഷ്യ ശരീരവും ഇത് തമ്മിലുള്ള ബന്ധം ശരിയാക്കാൻ ആരോഗ്യം എങ്ങനെയാണ് സംരക്ഷിക്കാൻ സാധിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള അത്യന്തം മൗലികമായൊരു കൃതിയാണ്. വളരെ ചെറിയൊരു പുസ്തകമാണ് കീ ടു ഹെൽത്ത് എന്ന് പറയുന്നത്. നമുക്ക് കീശയിലിട്ട് നടക്കാം. നിങ്ങളുടെ കീശ എൻ്റെ കീശ പോലെ, ജയിക്കബിൻ്റെ കീശ പോലെ വലുതാണെങ്കിൽ അതിലിട്ട് നടക്കാനായിട്ട് സാധിക്കും. അത്ര ചെറിയ പുസ്തകമാണ്. അതിനകത്ത് അദ്ദേഹം വളരെ ശാസ്ത്രീയമായി തന്നെ പറയുന്നുണ്ട് ഈ പഞ്ചഭൂതങ്ങളും മനുഷ്യ ശരീരവും തമ്മിലുള്ള ബന്ധം എന്താണ്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയുന്ന ഈ പഞ്ചഭൂതങ്ങൾ പരിണമിച്ചുണ്ടായതാണ്. നമ്മൾ പ്രകൃതിയിൽ നിന്ന് ഭിന്നമല്ല, പ്രകൃതിയുടെ ഭാഗമാണ്, പാർട്ട് ആൻഡ് പാഴ്സലാണ് പ്രകൃതിയുടെ. അതുകൊണ്ട് നിങ്ങളുടെ ശരീരം ശരിയാകണമെങ്കിൽ പഞ്ചഭൂതങ്ങളെ ശരിയാക്കിക്കൊണ്ടേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് പ്രകൃതി ജീവനത്തിനൊരു പഞ്ചഭൂത ചികിത്സ എന്ന് തന്നെ മറ്റൊരു പേരുണ്ടെന്നുള്ളത് നമ്മൾ അറിയണം. പാരമ്പര്യമായിട്ട് അങ്ങനെ ഒരു പേര് തന്നെ അതിനുണ്ട്. ഈ ബന്ധം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് നമ്മളിപ്പോഴെന്താണ് നമ്മുടെ ഒരു ജീവിത ശൈലി, ഇപ്പോൾ അങ്ങനെയാണല്ലോ ജീവിത ശൈലി രോഗം എന്ന് പറയുകയാണ്. ജീവിതശൈലി, ജീവിത രീതി കൊണ്ട് രോഗം ഉണ്ടാവുകയാണ്. എന്താണ് നമ്മുടെ ജീവിതശൈലിയുടെ പ്രത്യേകത? ഈ പഞ്ചഭൂതങ്ങളുമായുള്ള മനുഷ്യൻ്റെ ബന്ധം സമ്പൂർണ്ണമായി വിച്ഛേദിക്കുന്നതാണ് ഏറ്റവും അധുനാധുനമായിട്ടുള്ള ജീവിതക്രമത്തിൻ്റെ മുഖമുദ്ര എന്ന് പറയുന്നത്. നമ്മുടെ കുട്ടികൾ മണ്ണിൽ നടക്കാൻ പാടില്ല. നമ്മുടെ സ്കൂളിലെ നമ്മുടെ സ്കൂളിലെ കുട്ടികളുടെ യൂണിഫോം കാണുന്നു. ഞാനൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകാനായി ക്ഷണിക്കപ്പെട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൽ റിപ്പോർട്ട് വരിക, സ്കൂളിനെ പറ്റി പറയുകയാണ് സ്വാഗതം. അപ്പം അദ്ദേഹം എന്താ പറയണത്, ഒരു അധ്യാപക ദിനത്തിൽ ഞങ്ങളുടെ ഈ സ്കൂളിലെ കുട്ടികൾ അധ്യാപകർക്ക് വളരെ വിലപിടിപ്പുള്ളൊരു സമ്മാനം കൊടുക്കും. എല്ലാ അധ്യാപകർക്കും എന്താണ്, ഒരു സ്യൂട്ട്, ടൈയും ഓവർകോട്ടും ഒക്കെ ഉണ്ടല്ലോ, അത് തുന്നുന്നതിനുള്ള തുണിയാണ് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ടീച്ചേഴ്സ് എല്ലാവരും സ്യൂട്ട് ഇട്ട് വരാത്തത്. ഇത് നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിലാണെന്ന് ഓർക്കുന്നു. ആ കാലാവസ്ഥയിൽ സോക്സ് ഇട്ട്, ഷൂസ് ഇട്ട്, പാൻറ്റും ഷർട്ടും അതിൻ്റെ പുറത്ത് ടൈ കഴുത്തിൽ തെട്ടി ഒരു സ്യൂട്ടും ഇട്ട്, 3 പീസ് സ്യൂട്ട് എന്ന് പറയുന്നത് പണ്ട് ബ്രിട്ടീഷുകാരുടെ, ഈ തണുപ്പുള്ള ബ്രിട്ടീഷ് രാജ്യത്തേതാണ്. ഇത് ധരിച്ച് നമ്മുടെ കുട്ടികളും അധ്യാപകരും സ്കൂളിൽ വരിക. മണ്ണിൽ ചവിട്ടാൻ പാടില്ല, ഈ സൂര്യപ്രകാശം മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കാൻ പാടില്ല, ഇങ്ങനെ വെള്ളവുമായിട്ടുള്ള ബന്ധം, ചൂടാക്കി തണുപ്പിച്ച വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ, തണുത്ത വെള്ളത്തിൽ കുളിക്കാൻ പാടില്ല, സൂര്യപ്രകാശം ശരീരത്തിൽ ഏൽക്കരുത്, കാറ്റുകൊള്ളരുത്. ഇങ്ങനെ നമ്മുടെ ഈ പ്രകൃതിയുമായിട്ടുള്ള ബന്ധം ഒന്നൊന്നായി വിച്ഛേദിച്ച് എന്താണ് പറ്റുന്നത്, മനുഷ്യ ശരീരത്തിൻ്റെ ആരോഗ്യം തകരുകയാണ്, നമ്മുടെ രോഗപ്രതിരോധ ശേഷി തകർന്നു പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ബന്ധം, പഞ്ചഭൂതങ്ങളുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കുന്നതിൽ കൂടിയല്ലാതെ നമുക്ക് മനുഷ്യൻ്റെ ശരീരം ആരോഗ്യകരമാക്കാൻ സാധിക്കുകയില്ല. അതെങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ പറ്റി ഉള്ള ഒരു ശാസ്ത്രീയമായ പഠനമാണ് ഗാന്ധിജി നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ ആരോഗ്യശാസ്ത്രം എന്ന് പറയുന്നത് ഇതിൽ ഗാന്ധി ഒരു നിഷ്ണാതനായിരുന്നു. ബംഗളൂർ ആ കാര്യത്തിൽ അദ്ദേഹം വളരെ ശ്രദ്ധിച്ച്, വളരെ ശാസ്ത്രീയമായി ശ്രദ്ധിച്ച് പഠിച്ചിട്ടുള്ള ആളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ചികിത്സകനായിരുന്നു ഗാന്ധിജി. അതിൻ്റെ സിദ്ധാന്തത്തെപ്പറ്റി അദ്ദേഹം എഴുതിയിട്ടുണ്ട്, പ്രായോഗികമായി ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന് അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഗാന്ധിജി ഒരു സ്വരാജിൻ്റെ ആളായിരുന്നു എന്ന് നമുക്കറിയാം. അദ്ദേഹം സ്വരാജ്, ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ കൃതി തന്നെ ഹിന്ദ് സ്വരാജ് ഓർ ഇന്ത്യൻ ഹോം റൂൾ എന്നാണ്. അദ്ദേഹം സ്വാതന്ത്ര്യം എന്നുള്ള വാക്കിനേക്കാൾ കൂടുതൽ സ്വരാജ് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത്. ഓരോ രംഗത്തും സ്വരാജിൻ്റെ ആദ്യത്തെ അർത്ഥം ആത്മനിയന്ത്രണം എന്നാണ്. ഗാന്ധിജി തന്നെ പറയുന്നുണ്ട്, ആദ്യത്തെ അർത്ഥം ആത്മനിയന്ത്രണം. ആത്മനിയന്ത്രണം എന്ന് പറഞ്ഞാൽ എന്താ, മനുഷ്യൻ അവനവനെ തന്നെ നിയന്ത്രിക്കാൻ പഠിക്കുക. അതാണ് പ്രകൃതി ജീവസനത്തിൻ്റെ മർമ്മം എന്ന് പറയുന്നത്. അതാണ് അവനവനെ തന്നെ നിയന്ത്രിക്കാൻ പഠിക്കണം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ പഠിക്കണം, നമ്മുടെ ചോദനകളെ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് പഠിക്കണം. അതാണ് ആത്മനിയന്ത്രണം എന്ന് പറയുന്നത്. അപ്പോൾ ആരോഗ്യകാര്യത്തിലും, ഞാൻ നീട്ടി പറയുന്നില്ല, ആരോഗ്യകാര്യത്തിലും നമുക്ക് ഒരു സ്വരാജ് ഉണ്ടാകണം, സ്വാതന്ത്ര്യം ഉണ്ടാകണം. എന്ന് പറഞ്ഞാൽ മറ്റാരെയും ആശ്രയിക്കാതെ നമുക്ക് തന്നെ നമ്മളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ സാധിക്കണം. അതാണ് ആരോഗ്യ സ്വരാജ് എന്ന് പറയുന്നത്.
അതുകൊണ്ടാണ് ഈ ജേക്കബ് ഇവിടെ ഒരു ഇതെഴുതി വെച്ചുകൊള്ളു, മുദ്രാവാക്യം, രോഗിയായി വരിക, ഡോക്ടറായി മടങ്ങുക എന്ന് പറയുന്നതാണ്. യു ആർ യുവർ ഓൺ ഡോക്ടർ, നിങ്ങളാണ് നിങ്ങളുടെ ഡോക്ടറാകേണ്ടത്. അത് ഒരു ഗാന്ധിയുടെ ആശയമാണ്. സേവാഗ്രാമിൽ കസ്തൂർബ ഗാന്ധി മരിച്ചു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ആളുകളെല്ലാം കൂടി, അവിടെ ഒരുപാട് രോഗമുള്ളൊരു പ്രദേശമാണ് ആ പ്രദേശം മുഴുവൻ, ഇന്ത്യയുടെ ഒരു മധ്യഭാഗമാണ്. പലതരത്തിലുള്ള സങ്കീർണമായ രോഗങ്ങളും പകർച്ചവ്യാധികളുള്ളതാണ്. അതുകൊണ്ട് ആധുനിക ചികിത്സയും ആവശ്യമാണ് അവിടെ. അതിനുവേണ്ടി ഒരു ഡിസ്പെൻസറി അവിടെ തുടങ്ങി, കസ്തൂർബ ഗാന്ധിയുടെ പേരിൽ ഒരു ആശുപത്രി തുടങ്ങിയാണ്, ആധുനിക മോഡേൺ മെഡിസിൻ്റെ അലോപ്പതി ആശുപത്രി. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനത്തിന് ഗാന്ധിജിയുടെ ഒരു സന്ദേശം ചോദിച്ചു. ഇതിൻ്റെ സംഘാടകർ കസ്തൂർബ ട്രസ്റ്റ് എന്നുണ്ടാക്കിയിട്ട് അവരാണ് ഇത് സംഘടിപ്പിച്ചത്. ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് പോലെ പ്രസിദ്ധമായ ഒരു മെഡിക്കൽ കോളേജും ആശുപത്രിയുമാണ്. കസ്തൂർബ ട്രസ്റ്റിൻ്റെ നിയന്ത്രണത്തിലാണ് ഇപ്പോഴും നടക്കുന്നത്. ഇപ്പോൾ ഗാന്ധിജിയുടെ സന്ദേശം ചോദിച്ചു, ആശുപത്രി തുടങ്ങിയ ഉദ്ഘാടനത്തിന് ചോദിച്ചു. അപ്പോൾ ഗാന്ധിജി കൊടുത്ത സന്ദേശത്തിൽ പറഞ്ഞ ഒരു കാര്യം, ഈ ആശുപത്രിയുടെ സ്ഥാപക ലക്ഷ്യം സഫലമാകുന്നത് ഈ ആശുപത്രി അടച്ചുപൂട്ടുമ്പോഴാണ്. രാജശേഖരൻജി പറഞ്ഞില്ലേ ഇവിടെ, നമ്മൾ കേരളത്തെ പറ്റി, കേരള മോഡലിനെ പറ്റി വളരെ പ്രശസ്തരായിട്ടുള്ള സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ എഴുതിയിട്ടുണ്ട്. അമർത്യ സെൻ എഴുതിയിട്ടുണ്ട്. കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് ചൈനയെയൊക്കെ താരതമ്യം ചെയ്തുകൊണ്ട് അമർത്യ സെന്നിൻ്റെ ലേഖനങ്ങൾ. അപ്പം അതിനകത്ത് പറയുന്ന കാര്യം, കേരളം ഈ വികസന സൂചികകളിൽ, ഡെവലപ്മെൻറ്റ് ഇൻഡൈസസിലാണ് വികസിത യൂറോപ്യൻ രാജ്യങ്ങൾക്കൊപ്പം എത്തിക്കഴിഞ്ഞു. പല കാര്യങ്ങളും, എല്ലാ കാര്യത്തിലും. അതിലൊന്ന് എടുത്തു പറയുന്ന ഒന്ന് വിദ്യാഭ്യാസം, 100% സാക്ഷരത അതിൻ്റെ കാര്യം. 2, നമ്മൾ ഈ ഒരു ഡോക്ടർക്ക് എത്ര രോഗി എന്നുള്ള ഒരു ചേരുവയും. അത് ആധുനിക വൈദ്യശാസ്ത്രം ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ലഭ്യമാകുന്ന സംസ്ഥാനമാണ്. ആധുനിക ആരോഗ്യ സംരക്ഷണ സംവിധാനം, ആശുപത്രികൾ, ധാരാളം ആശുപത്രികൾ, മെഡിക്കൽ കോളേജുകളും പിന്നെ സെൽഫ് ഫൈനാൻസിങ് മെഡിക്കൽ കോളേജുകൾ ആരംഭിച്ചു, ഇതെല്ലാം വന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ ആശുപത്രി, ഏറ്റവും കൂടുതൽ ഡോക്ടർമാർ, ഒരു രോഗിക്ക്, ഒരു ഡോക്ടർക്ക് എന്താണ് 1000 രോഗി എന്നുള്ള ഒരു പ്രൊപ്പോർഷനിലേക്ക് വരണം എന്നാണ്. 1000 പേർക്കൊരു ഡോക്ടർ എന്നുള്ള നിലയിലേക്ക്. അതാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഒരു കാലത്ത്, ഇപ്പോൾ എത്രയാണെന്ന് എനിക്ക് നിശ്ചയമില്ല. ഇതെല്ലാം ഉണ്ട്. അതുകൊണ്ട് ഈ ആരോഗ്യ സംരക്ഷണ കാര്യത്തിൽ, അതായത് ആധുനിക ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാകുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ കാര്യത്തിൽ നമ്മൾ ഈ വികസിത ലോകത്തിനൊപ്പമാണ് എന്ന് പറയും. പക്ഷേ ഇതിൻ്റെ ഒരു മറുവശമുണ്ട്, അത് ഗാന്ധിജി എടുത്തു പറഞ്ഞിട്ടുള്ളതാണ്. ആശുപത്രികളുടെ എണ്ണം കൂടുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ആശുപത്രികളെ ആശ്രയിക്കുന്നവരുടെ എണ്ണം കൂടുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ രോഗമുള്ളവരുടെയും രോഗമുണ്ടെന്ന് ചിന്തിക്കുന്നവരുടെയും എണ്ണം കൂടുന്നു എന്നാണ്. ഒരു ചെറിയ രോഗം വരുമ്പോൾ ഇവിടെ രാജശേഖരൻ ചൂണ്ടിക്കാണിച്ചതുപോലെ നമുക്ക് ആവലാതിയാണ്, പെട്ടെന്നാണ്. ഞാൻ ഓർക്കുന്നു, ഞാൻ 7 മക്കളുള്ള ഒരു ഫാമിലിയിലെ ആളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് അസുഖം ഉണ്ടാവും. എൻ്റെ അമ്മയാണ് വീട്ടിലെ ഡോക്ടർ. അമ്മയ്ക്ക് യാതൊരു പരിഭ്രമവും. നോക്കിയിട്ട് ചില പച്ചിലകളും ചില സാധാരണ മരുന്നുകൾ, അങ്ങാടി മരുന്നുകളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ചികിത്സിക്കും. 1-2 ദിവസം ഫാസ്റ്റ് ചെയ്യേണ്ടി, വെറുതെ ഭക്ഷണം തരാതെ കിടത്തോടെ പച്ചവെള്ളം അങ്ങനെയുള്ള എന്തെങ്കിലും ചുക്ക് കാപ്പി, അതുകൊണ്ട് പ്രശ്നം തീരും. അവർക്ക് അധികമൊന്നും വിദ്യാഭ്യാസമുള്ള ആളല്ല. എൻ്റെ അമ്മയാണെങ്കിൽ അപ്പർ പ്രൈമറി സ്കൂൾ വരെ മാത്രം പഠിച്ചിട്ടുള്ള പ്രാഥമിക വിദ്യാഭ്യാസമുള്ള ഒരു വനിതയാണ്. ഒരു പരിഭ്രമവുമില്ല, അതിൽ ആത്മവിശ്വാസമാണ്. അങ്ങനെ ഇന്ന് നേരെ മറിച്ച് എൻ്റെ ഒരു മകൾക്ക് ഒരു പനി വരുമ്പം ഞാൻ എടുത്തുകൊണ്ട് ആശുപത്രിയിലേക്ക് പോകും. വിദ്യാഭ്യാസം ഉണ്ടായിട്ടും നമ്മുടെ ആത്മവിശ്വാസം ചോർന്നു പോകുന്നു, നമ്മളുടെ ആശ്രിതത്വം അമിതമായി വർദ്ധിക്കുന്നു, ഡോക്ടറെ അന്ധമായി വിശ്വസിക്കുന്നു, ആധുനിക വൈദ്യശാസ്ത്രത്തെ അന്ധമായി ആശ്രയിക്കുന്നു. ഈ നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് ചെയ്യണം. നമുക്കറിയാമല്ലോ, കോവിഡ് വന്നു, കംപ്ലീറ്റ് ലോക്ക്ഡൗൺ ഉണ്ടായി. ഒരു 5-6 മാസം ഞാൻ ഈ ആംബുലൻസിൻ്റെ സൈറൺ കേട്ടിട്ടേ ആശുപത്രികളിൽ ഒരാളില്ലായിരുന്നു. ഞാനൊരു ആശുപത്രിയുടെ ഭരണസമിതി അംഗമാണ്. ആശുപത്രി രോഗികളില്ലായിരുന്നു, വളരെ കുറച്ച് രോഗികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. പല ആശുപത്രികളിലും ഡോക്ടർമാരെ പിരിച്ചുവിട്ടു, ശമ്പളം കൊടുക്കാതായി. അവരുടെ നില വളരെ പരിങ്ങലിലായി. വളരെ ആഡംബരത്തിൽ ജീവിച്ചിരുന്നവരാണ്. ആളുകൾ മരണമുണ്ടായി. തിരുവനന്തപുരത്ത് ഒരു കണക്കുണ്ട് രാജശേഖരൻ, 16 എമർജൻസി സർജറി ഫിക്സ് ചെയ്തിരുന്നു ആ രാത്രി ലോക്കൗട്ട് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ്. അതിൻ്റെ അടുത്ത 3 ദിവസങ്ങൾ 16 എമർജൻസി സർജറികൾ ഒന്നും നടന്നില്ല. ഈ സർജറി ഫിക്സ് ചെയ്തിരുന്ന ആരും മരിച്ചു.
അവരിപ്പോൾ സുഖം. പിന്നീട് ആ സർജറി തന്നെ അവർ വേണ്ടാന്ന് വെച്ചു പല ആളുകളും. അതെനിക്കറിയാം, 1-2 കേസസ് എനിക്ക് അറിയാവുന്നതുണ്ട്. എന്താണ് കാരണം? ഇതിൻ്റെ ആവശ്യമില്ല. ഇത്രയും ഒന്നും ആവലാതി പിടിച്ച് ആശുപത്രികളിൽ പോയി ഡോക്ടർമാരെ കണ്ട് കുത്തിവെപ്പും ആൻറ്റിബയോട്ടിക്കും കഴിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഈ അനുഭവം. ഈ കോവിഡ് പോസിറ്റീവ് ആകുന്നതിൻ്റെ ഒരു ഭീഷണി നിൽക്കുമ്പോഴുള്ള ഒരു പോസിറ്റീവ് അനുഭവമാണ്. ഇങ്ങനെ നമ്മൾ കണ്ടു. ഇതങ്ങ് റിലാക്സ് ചെയ്തപ്പോഴോ ഇപ്പോൾ അർദ്ധരാത്രിയും സൈറൻ വിളിച്ച് ചീറിപ്പായുന്ന ആംബുലൻസിൻ്റെ ശബ്ദം നിരന്തരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ വരികയാണ്. ഇതിൽ നിന്നുള്ള ഒരു മോചനമാണ് ഗാന്ധിജി ഈ ആരോഗ്യം, അവനവൻ്റെ ആരോഗ്യം അവനവൻ നോക്കണം, ആരോഗ്യ സ്വരാജ് സ്വായത്തമാക്കണമെന്ന് പറഞ്ഞതിൽ കൂടി അദ്ദേഹം ഉദ്ദേശിച്ചത് അതാണ് രോഗിയായി വരിക, ഡോക്ടറായി മടങ്ങുക എന്ന മറ്റൊരു പദാവലി ഉപയോഗിച്ച് ശ്രീ ജേക്കബ് പറയുന്നതാണെന്ന് ഞാൻ നിങ്ങൾ സൂചിപ്പിക്കാം. ഇങ്ങനെ ഈ ദിനം നമ്മൾ ഇത്തരം കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുകയും നമ്മളുടെ ആരോഗ്യം നമ്മൾ സംരക്ഷിക്കുന്നതിനുള്ള ഒരു ആത്മവിശ്വാസം നമ്മൾ നേടിയെടുക്കുകയും അതിനുള്ള പ്രായോഗികമായ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നതിനെപ്പറ്റി ആലോചിക്കുകയും മനുഷ്യർക്ക്, ഞാൻ എഴുതിയ ഒരു ലേഖനത്തിൽ എഴുതാണ്, മനുഷ്യൻ്റെ ഏറ്റവും വലിയ അജ്ഞത, ഏറ്റവും വിദ്വാൻ എന്ന് വിചാരിക്കുന്ന ആളുടെയും ഏറ്റവും വലിയ അജ്ഞത അവനവൻ്റെ ശരീരത്തെ പറ്റിയാണ്. നമ്മുടെ ഈ ബോഡി മെറ്റബോളിസത്തെ പറ്റി മനുഷ്യർക്കുള്ള അജ്ഞത പോലെ നമുക്ക് വലിയ കാര്യങ്ങൾ അറിയാം. അസ്തിത്വവാദത്തെ പറ്റി അറിയാം, എയറോനോട്ടിക്സിനെ പറ്റി അറിയാം, ഇലക്ട്രോണിക് ഇതൊക്കെ അറിയാം. പക്ഷെ അവനവൻ്റെ ശരീരം എന്താണ് പ്രവർത്തിക്കുന്നത്, എൻ്റെ ശരീരത്തിന് ചേരുന്ന ഭക്ഷണം എന്താണ് എന്ന് കണ്ടുപിടിക്കാനായിട്ട് ഉള്ള ഒരു സാവകാശം, ഒരു ക്ഷമ, ഒരു പരീക്ഷണ സ്വഭാവം നമ്മൾ ആരെങ്കിലും കാണിക്കുന്നു? നമ്മൾ ഉടനെ ഡോക്ടറോട് ചോദിക്കും. ഡോക്ടർ ജേക്കബിനെ വിളിച്ചു, അർദ്ധരാത്രി ഫോൺ വരും, എന്താണ് കഴിക്കേണ്ടത്? ജേക്കബ് പറഞ്ഞു കൊടുക്കണം, അത് പ്രകൃതി ജീവനക്കാർ പറഞ്ഞു കൊടുക്കണം. അങ്ങനെയല്ലാതെ അവനവൻ തന്നെ ഗാന്ധിജി അങ്ങനെയാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ശരീരത്തെ തന്നെ ഒരു പരീക്ഷണമായിട്ട് മാറ്റി, പരീക്ഷണശാലിയായിട്ട് മാറ്റി. എന്താണ് അദ്ദേഹത്തിന് ചേരുന്നത് എന്ന് അദ്ദേഹം പരീക്ഷിച്ച് കണ്ടെത്തുകയാണ് ചെയ്തത്. എന്തെല്ലാം വിചിത്രമായ ഭക്ഷണം അദ്ദേഹം തന്നെ പാചകം ചെയ്ത് കഴിച്ചു. നീമിൻ്റെ ഈ ആര്യവേപ്പിൻ്റെ ഇല കൊണ്ട് ചമ്മന്തി ഉണ്ടാക്കി കഴിച്ചു. സ്വയം കഴിക്കുവാണെങ്കിൽ കൊള്ളാമല്ലോ, അന്തേവാസികൾക്കും കൊടുക്കും, അവരോടും പറയും അദ്ദേഹം കഴിച്ചിട്ടാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ ചെയ്ത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് ഏറ്റവും ചേരുന്നതും, എന്നുവെച്ചാൽ ഓരോ ശരീരത്തിനും ഓരോ പ്രത്യേകതയുണ്ട്, ജനറ്റിക്കലായിട്ടുള്ള ജനിതകപരമായ കാരണങ്ങൾ കൊണ്ടുണ്ട്. അതുകൊണ്ട് ഒരു ആൾക്ക് ചേരുന്ന ഭക്ഷണം മറ്റൊരാൾക്ക് ചേരണമെന്നില്ല. ഇങ്ങനെ പരീക്ഷിക്കുന്നതിനുള്ള ഒരു സന്നദ്ധത നമുക്കുണ്ടാകുമോ? ഇതൊക്കെ ഈ ആരോഗ്യ സ്വരാജ് പരിഗണിക്കുമ്പോൾ നമ്മൾ പരിഗണിക്കേണ്ട കാര്യമാണ്. അവനവൻ്റെ ആരോഗ്യം അവനവൻ സംരക്ഷിക്കുന്ന ഒരു നിലയിലേക്ക് നാം വികസിക്കണമെങ്കിൽ, വളരണമെങ്കിൽ ഇത്തരം പരീക്ഷണങ്ങൾ ചെയ്യുന്നതിന് കൂടി നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. ഇത് ഗാന്ധിജിയിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന ഒരു പാഠമാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം പഠിക്കുമ്പോൾ നമ്മൾ ഉൾക്കൊള്ളുന്ന ചില പാഠങ്ങളാണെന്ന് ഞാൻ പറയുകയാണ്. അങ്ങനെ ഈ പ്രകൃതി ജീവന ദിനത്തിൽ, പ്രകൃതി ചികിത്സാ ദിനത്തിൽ ഒരുമിച്ച് കൂടുന്നതിനും ഇത്തരം ചിന്തകൾ പങ്കുവയ്ക്കുന്നതിനും നമുക്ക് സാധിച്ചതിൽ ഞാൻ വളരെയേറെ സന്തോഷിക്കുന്നു. പ്രത്യേകിച്ചും ശ്രീ കുമ്മനം രാജശേഖരൻജിയെ പോലുള്ള ഒരാൾ കൂടി ഇതിൽ പങ്കെടുത്തു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ചാരിതാർത്ഥ്യജനകമാണ്. എറണാകുളം ഗാന്ധി പീസ് ഫൗണ്ടേഷൻ്റെ സെക്രട്ടറി അഡ്വക്കേറ്റ് മൈക്കിളാണ് വൈകി വന്ന നമ്മുടെ പിന്നിൽ ഉപവിഷ്ടനായിരിക്കുന്നത്. മൈക്കിളിനെയും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. അദ്ദേഹം ദീർഘകാലം ഗാന്ധി പീസ് ഫൗണ്ടേഷൻ്റെ സെക്രട്ടറിയാണ്. ഗാന്ധിയൻ പ്രസ്ഥാനത്തിൽ യുവാവായിരിക്കുമ്പോൾ വന്നതാണ്. ഞങ്ങൾ ഒരുമിച്ച് ദീർഘകാലമായി പ്രവർത്തിച്ചു വരുന്നയാളാണ്. മൈക്കിളിനെയും ഞാൻ പരിചയപ്പെടുത്തുന്നു. ഈ ദിനത്തിൻ്റെ ആശംസകൾ ഞാൻ നിങ്ങൾക്ക് നേരുന്നു. അതായത് സ്വന്തം ആരോഗ്യം സ്വയം സംരക്ഷിക്കുന്നതിനുള്ള, തീരുമാനമെടുക്കുന്നതിനുള്ള ഒരു ആത്മബലം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നമസ്കാരം. വളരെ ധന്യമായ വാക്കുകളാണ് നമ്മളിതുവരെ ശ്രമിച്ചത്. പ്രകൃതി ചികിത്സ, അതിൽ അല്പം കൂടെ കടന്ന് പ്രകൃതി ജീവനം, ആ പ്രകൃതി ജീവനത്തിലേക്ക് നീങ്ങാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ അവിടെ ആരോഗ്യവും ആരോഗ്യത്തിൻ്റെ ആനന്ദവും മാത്രമാണുള്ളത്. രോഗം ഒരു നിഴല് മാത്രമാണ്. രോഗം എന്നൊന്നില്ല.
ആരോഗ്യം അല്ലെങ്കിൽ അനാരോഗ്യം. ഒന്നുകിൽ നിങ്ങൾക്ക് ആരോഗ്യമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരോഗ്യമില്ല. ആരോഗ്യമില്ലാത്ത ഒരാളുടെ കണ്ണിൻ്റെ കാഴ്ച കൂടുകയല്ല, കുറയുകയാണ് ചെയ്യുക. കേൾവി കുറയും, ശബ്ദം കുറയും, ശ്വാസം പ്രയാസമില്ലാതെ എടുക്കാൻ കഴിയാതെ വരും, ആഞ്ഞു വലിക്കേണ്ടതായിട്ട് വരും, അവിടെ ഇവിടെയെല്ലാം വേദനകളുണ്ടാകും, ഹൃദയത്തിന് ശരിയായിട്ട് രക്തം പമ്പ് ചെയ്യാൻ സാധിക്കില്ല, ദഹനം ശരിയാവില്ല, കാൽമുട്ട് ഭാരം താങ്ങാൻ കഴിയാതെ വേദനിക്കും. ഇതിനെയെല്ലാം ഓരോരോ രോഗമായിട്ട് ചിത്രീകരിച്ച് ടൺ കണക്കിന് വൈദ്യസാഹിത്യം, മെഡിക്കൽ സയൻസ് എന്നുള്ള പേരിൽ നമുക്കുണ്ട്. എന്തുകൊണ്ടാണ് കണ്ണിൻ്റെ കാഴ്ച കുറയുന്നത്, എന്തുകൊണ്ടാണ് ഹൃദയത്തിൽ ബ്ലോക്ക് ഉണ്ടാകുന്നത്, എന്തുകൊണ്ട് തലവേദന ഉണ്ടാകുന്നു, എന്തുകൊണ്ടത് മൈഗ്രെയിൻ എന്നുള്ള പേരിലേക്ക് അറിയപ്പെടുന്നു. ആ എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം ശാസ്ത്രത്തോട് ചോദിക്കാൻ, പ്രത്യേകിച്ച് വൈദ്യത്തോട് ചോദിക്കാൻ ആളുകൾക്ക് മടിയാണ്, പേടിയാണ്. അടിസ്ഥാനപരമായിട്ടൊരു ശാസ്ത്രീയ സമീപനം, എന്തുകൊണ്ട് ഞാൻ രോഗിയായി, അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അത് ആരോഗ്യത്തെ തകർക്കുന്ന ഭക്ഷണപാനീയങ്ങൾ, ദുശ്ശീലങ്ങൾ, മനസ്സിൻ്റെ അനാരോഗ്യകരമായിട്ടുള്ള മാനസികമായിട്ടുള്ള പിരിമുറക്കം തുടങ്ങിയിട്ട് അത്യാർത്തി, അസൂയ, ഇതുപോലുള്ള കാരണങ്ങളെ കണ്ടുപിടിക്കാൻ സാധിക്കും. ആ കാരണങ്ങളെ പരിഹരിക്കുന്നതോടെ അനാരോഗ്യത്തിൽ നിന്ന് ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരാൻ മനുഷ്യന് സാധിക്കും. പക്ഷേ അവിടെ ഒരു അപകടമുണ്ട്. നിങ്ങൾ തന്നെ, വേലികൾ തന്നെ വിളവത് നിന്നാൽ കാലികൾ എന്ത് നടന്നിടുന്നൊരു ചോദ്യമുണ്ട്. നമ്മൾ തന്നെ നമ്മുടെ രോഗമൊക്കെ മാറ്റുകയാണെങ്കിൽ ഈ മരുന്ന് കമ്പനികളും വലിയ വലിയ ആശുപത്രികളും ഡോക്ടർമാരും ആ രോഗവകുപ്പും ഒക്കെ വേണ്ട എന്നാകും, വെറുതെയാകും. അല്ലെങ്കിൽ ഒരു 10% 20% അപകടങ്ങളുണ്ടായാൽ അതുപോലുള്ള ക്രൈസിസുകളെ മാനേജ് ചെയ്യാൻ മാത്രമുള്ള സ്ഥാപനങ്ങളായിട്ട് മാറും. ഇന്ന് ഏറ്റവും കൂടുതൽ കൊഴുത്തു തടിക്കുന്ന വ്യവസായം ആശുപത്രി വ്യവസായമാണ്. സകല കള്ള് കച്ചവടക്കാരും, കഴുത്തറപ്പൻ ബ്ലേഡ് കമ്പനിക്കാരും, ആത്മീയ കച്ചവടക്കാരും എല്ലാവരും ആശുപത്രി തുടങ്ങുക. മുമ്പ് ജനങ്ങളുടെ സേവനം ആതുര സേവനമായിരുന്നെങ്കിൽ ഇപ്പോൾ ആ തുരന്നെടുക്കുന്ന, അങ്ങ് ആശുപത്രിയിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ വീടും പറമ്പും പണയം വെച്ച കാശ്, ഏത് ആശുപത്രിയുടെ മുന്നിലും ബ്ലേഡ് കമ്പനിയുടെ 3 യൂണിറ്റ് ഉണ്ടാവും. ആ രീതിയിൽ കഴുത്തറപ്പൻ. മുൻ ആരോഗ്യമന്ത്രി, കേന്ദ്ര ആരോഗ്യമന്ത്രി പറയുകയുണ്ടായി, രാജ്യസഭയിൽ പറഞ്ഞതാണ്, 6.5 കോടി ജനങ്ങളാണ് ചികിത്സ കൊണ്ട് മുടിഞ്ഞത്, പട്ടിണിയിലായത്. പ്രകൃതിക്ക് വന്നിട്ടാണോ, ഹോമിയോയ്ക്ക് പോയിട്ടാണോ, ആയുർവേദത്തിൽ പോയിട്ടാണോ, അലോപ്പതിക്ക് പോയിട്ടാണോ? ലോകാരോഗ്യ സംഘടന പേഷ്യൻ സേഫ്റ്റി ഡേ സെപ്റ്റംബർ 17 പേഷ്യൻ സേഫ്റ്റി ഡേ ആയിട്ട് ആചരിക്കാൻ ആവശ്യപ്പെടുന്നു. കാരണം ആശുപത്രിയിലേക്ക് പോകുന്ന 10ൽ 4 പേർക്ക് ചികിത്സാ പിഴവ് കിട്ടുന്നു. ലോകാരോഗ്യ സംഘടനയുടെ സൈറ്റിൽ കയറിയാൽ കിട്ടും. 10ൽ 4 പേർക്ക് ചികിത്സാ പിഴവ്. അത് ബ്രിട്ടനും അമേരിക്കയും കാനഡയും ഓസ്ട്രേലിയയും എല്ലാം കൂടെ ചേർന്നിട്ടാണ്. ഇന്ത്യയെപ്പോലുള്ള രാജ്യങ്ങളിലെ മാത്രം എടുക്കുകയാണെങ്കിൽ ആശുപത്രിയിലേക്ക് പോകുന്ന 10ൽ 6 പേർക്ക് 8 പേർക്ക് വരെ ചികിത്സാ പിഴവ് കിട്ടുന്ന ഭീകര അന്തരീക്ഷമാണുള്ളത്. ഒരു കൊല്ലം ചികിത്സാ പിഴവ് കിട്ടുന്നത് 1340 ലക്ഷം പേർക്കാണ് ആശുപത്രികളിൽ നിന്ന് മെഡിക്കൽ എറർ, ചികിത്സാ പിഴവിൻ്റെ ഗതികേട് വരുന്നത്, ആശുപത്രിയിൽ തന്നെ കിടക്കേണ്ടതായി വരുന്നത്. ഈ ചികിത്സാ പിഴവ് കൊണ്ട് കൊല്ലപ്പെടുന്നത് 26 ലക്ഷം പേരാണ് ഒരു കൊല്ലം. ചികിത്സാ പിഴവ് കൊണ്ട് മരിക്കുന്നത് 26 ലക്ഷം പേരാണെന്ന് ലോകാരോഗ്യ സംഘടനയുടെ ഒഫീഷ്യൽ കണക്ക്. അതേപോലെ ഡോക്ടർ ബാർബര സ്റ്റാർഫീൽഡ്, അമേരിക്കയിലെ ഒരു അലോപ്പതി ഡോക്ടറാണ്. അവരൊരു പഠനം നടത്തിയിട്ട് ആ പഠനത്തിൻ്റെ റിപ്പോർട്ട് അമേരിക്കൻ ജേണൽ ഓഫ് അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ, ജാമ, ആ ജേണലിൽ പ്രസിദ്ധീകരിച്ചു. അതായത് ഒരു വർഷം അമേരിക്കയിൽ ചികിത്സാ പിഴവ് കൊണ്ട് മരിക്കുന്നത് 22 ലക്ഷം പേര്.
അല്ല, അവരുടെ പഠനത്തിൻ്റെ ആ അകത്തോടെ വെച്ചിട്ട് 22 ലക്ഷം പേര് അതേവരെ ചികിത്സാ പിഴവ് കൊണ്ട് മരിച്ചു കഴിഞ്ഞു. ഏതാണ്ട് 22 ലക്ഷം പേർക്കാണ് അമേരിക്കയിൽ ഓരോ കൊല്ലവും ചികിത്സാ പിഴവ് സംഭവിക്കുന്നത്. 22 ലക്ഷം പേർക്ക് ചികിത്സാ പിഴവ്. അതിൻ്റെ 10% പേര് മരിച്ചു പോകുന്നു. 2.2 ലക്ഷം, 2,20,000 പേര് ഓരോ കൊല്ലവും അമേരിക്കയിൽ ചികിത്സാ പിഴവ് കൊണ്ട് മരിക്കുന്നു. ഇതായിരുന്നു അവരുടെ റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് പുറത്തു വന്നതിനെ തുടർന്ന് വലിയ പ്രതിഷേധം അമേരിക്കയിലെ ഡോക്ടർമാർ ഉയർത്തി. പക്ഷെ ബാർബറ സ്റ്റാർഫീൽഡും സംഘവും പറഞ്ഞു, സംശയമുള്ള ഒരു കേസും ഞങ്ങൾ ഈ റിപ്പോർട്ടിന് പഠനത്തിന് ഉപയോഗിച്ചിട്ടില്ല. വളരെ കൃത്യമായിട്ട് ഉറപ്പുള്ള മെഡിക്കൽ എറർ മാത്രം, അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ മാത്രമാണ് ഞങ്ങൾ ഈ പഠനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അവരും അലോപ്പതി ഡോക്ടർ വന്നിരിക്കുന്നത് ഡോക്ടർമാരുടെ, അമേരിക്കൻ ഡോക്ടർമാരുടെ സംഘടനയുടെ മുഖപത്രത്തിലാണ്. ഇവരിത് വിശദീകരിച്ചതോടെ പ്രതിഷേധം കെട്ടടങ്ങി. മത്തായി സാറോടെ പറഞ്ഞു, ലോക്ക്ഡൗണിൽ ആംബുലൻസുകൾ ഓടിയില്ല, ആശുപത്രികളിൽ രോഗികൾ കുറഞ്ഞു എന്നെല്ലാം. എവിടെയെല്ലാം ഡോക്ടർമാർ നീണ്ടു നിൽക്കുന്ന സമരങ്ങൾ നടത്തിയിട്ടുണ്ടോ അവിടെയെല്ലാം രോഗികളുടെ മരണനിരക്ക് 30-33% താഴ്ന്നു നിന്നു. കോവിഡിൻ്റെ ലോക്ക്ഡൗണിൽ കോഴിക്കോട് കോർപ്പറേഷനിൽ ഒരു മാസം മരിച്ചിരുന്നത് ലോക്ക്ഡൗണിന് മുമ്പ് 1034, 1038 ആ രീതിയിലായിരുന്നു. കോവിഡിൻ്റെ മാസങ്ങളിൽ അത് 660 കുറഞ്ഞു. വൈപ്പിൻകരയിലെ ഇളങ്ങുന്നപ്പുഴ പഞ്ചായത്തിൽ ഒരു മാസത്തെ മരണം 30-35 ഒക്കെ ആയിരുന്നു. അത് 8-16 കുറഞ്ഞു. എറണാകുളത്തെ നടുവില പള്ളിയിൽ ഒരു മാസം 8 പേര്, 9 പേര്, 10 പേര് മരണം ഉണ്ടായിരുന്നു. കോവിഡിൻ്റെ മാസങ്ങളിൽ 2 പേരാണ് മരിച്ചത്. വളരെ കൃത്യമായിട്ട് ഇവിടെ കേന്ദ്രീകൃത ചികിത്സ, ഇപ്പോൾ പ്രകൃതി ചികിത്സയും കേന്ദ്രീകൃതമാക്കുന്നതിലുള്ളൊരു അപകടം. നമ്മളിപ്പോൾ അലോപ്പതി പോലെ തന്നെ നമുക്ക് മെഡിക്കൽ കോളേജുകൾ വേണം, മെഡിക്കൽ കോളേജ് ഒരു സ്ഥാപനത്തിലേക്ക് പോകുമ്പോൾ ഇത് ജനങ്ങളിൽ നിന്ന് അകന്നു പോകും, ഒറ്റപ്പെടും. കുറച്ച് കരിയറിസ്റ്റുകൾ, വിദഗ്ധന്മാർ അവിടെയും കയറി സ്ഥാനം ഉറപ്പിക്കും. പിന്നെ അവർ വരയ്ക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുള്ളൂ. നമുക്ക് പ്രകൃതി ചികിത്സയെ ജനങ്ങളിലേക്ക് കൊടുക്കാൻ ഇത്തരം സ്ഥാപനങ്ങളുടെ കേന്ദ്രീകൃതം അത് മാറി. അത്യാവശ്യം ട്രെയിനിങ്ങിനൊക്കെ ഉപയോഗിക്കാമെന്നല്ലാതെ ജനങ്ങളിലേക്ക് ഇത് അലിഞ്ഞു ചേരുന്ന, ജനങ്ങൾ തന്നെ ഏറ്റെടുക്കുന്ന ഒരു അന്തരീക്ഷം നമുക്കുണ്ടാവണം. ഈ പ്രകൃതി ചികിത്സാ ദിനത്തിൽ നമുക്ക് അത്തരമൊരു പ്രതിജ്ഞ എടുക്കാൻ സാധിക്കണം. ഇത് നമ്മൾ ജനങ്ങളുടെ കരുത്താണ്. മത്തായി സാർ ആരോഗ്യ സ്വരാജിനെ കുറിച്ച് പറഞ്ഞു. നമ്മുടെ സ്വയം ഭരണം, നമ്മുടെ ആരോഗ്യം നമ്മുടെ അവകാശമാണ്, നമ്മുടെ കർത്തവ്യമാണ്. ഈ പാചകം ഞാൻ മത്തായി സാറിൽ നിന്ന് പഠിച്ചതാണ്. നമ്മുടെ അവകാശമാണ്, നമ്മുടെ കർത്തവ്യം, കടമയാണ് നമ്മുടെ ആരോഗ്യം. നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ നമ്മുടെ മനസ്സിലെ ചിന്തകൾക്ക്, നമ്മുടെ വിചാരങ്ങൾക്കും, നമ്മുടെ വാക്കുകൾക്കും, നമ്മുടെ പ്രവർത്തിക്കും, പിന്നെ ഈ അന്തരീക്ഷത്തിനും സമൂഹത്തിനും ഒന്നിച്ചു ചേർന്നുള്ള ഒരു സൗഹൃദ മുന്നേറ്റത്തോടെ മാത്രമേ സാധിക്കുകയുള്ളൂ. അതല്ലാതെ അത്ഭുത മരുന്നുകൾ, മാജിക്കൽ റെമഡികൾക്ക് പിന്നാലെ പോയിട്ട് സാധിക്കില്ല എന്ന് നമുക്ക് ബോധ്യമായിരിക്കുന്ന സാഹചര്യത്തിൽ പ്രകൃതി ജീവനം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാണ്, സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ്, സ്വയം പര്യാപ്തതയുടെ ഭാഗമാണ്. ഇപ്പോൾ ഈ കോവിഡിൻ്റെ സാഹചര്യം നമ്മളെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നു. പ്രാദേശിക ജീവിതമേ ഇനി മുന്നോട്ട് പോകുകയുള്ളൂ. വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞാൽ എന്താ? കുടിൽ വ്യവസായത്തിലേക്ക് തിരിയുക, കുടിലിൽ തന്നെ ഇരുന്ന് വർക്ക് ഫ്രം ഹോം, വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി, പുറത്തിറങ്ങി യാത്ര ചെയ്യേണ്ട. പക്ഷേ കോർപ്പറേറ്റുകൾക്ക് ആധിപത്യം കിട്ടുന്ന രീതിയിലാണ് ആധുനിക കുടിൽ വ്യവസായങ്ങൾ സ്ഥാപിക്കപ്പെടുന്നത്. മറിച്ച് നമുക്ക് പരസ്പര സൗഹാർദ്ദത്തിൻ്റെ, അയൽവക്ക ബന്ധത്തിൻ്റെ, സ്വാശ്രയ സമൂഹങ്ങളുടെ പുതിയ തലങ്ങൾ രചിക്കാൻ നമുക്ക് സാധിക്കണം.